നമസ്കാരം, രാവിലെയിലേക്ക് ഏവർക്കും സ്വാഗതം. വിജയം നേടാൻ നമ്മൾ എല്ലാവരും കഠിനാധ്വാനം ചെയ്യാറുണ്ട്. ആ പ്രവർത്തനങ്ങൾ നമ്മളെ ഒരു യജമാനനാക്കും. എന്നാൽ സംതൃപ്തിക്കായിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഇത് നിങ്ങളെ ഒരു ഇതിഹാസമാക്കും. വിജയത്തിന് പിന്നാലെ നാം ഓടുമ്പോൾ പലപ്പോഴും സംതൃപ്തിയെ മറന്നുപോകുന്നു. യഥാർത്ഥത്തിൽ സന്തോഷവും വിജയവും ഒന്നു ചേരുമ്പോഴാണ് നമുക്ക് സംതൃപ്തി ലഭിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യങ്ങളെ നമുക്ക് ആ രീതിയിൽ പുനർനിർവചിക്കാം. ഈ നല്ല ചിന്തയോടെ പുതിയൊരു ദിവസത്തിലേക്ക് കടക്കാം. ഇന്ന് ചിങ്ങം 14, ഓണനാളിലെ വിശാഖമാണ്. ഈ ദിവസം ജ്യോതിഷവശാൽ നിങ്ങൾക്ക് എങ്ങനെയെന്നറിയാം. പ്രശസ്ത ജ്യോതിഷി ഡോക്ടർ അനിത കുമാരി തയ്യാറാക്കിയ ദിവസഫലം കാണാം ജ്യോതിഷ ദർശനത്തിലൂടെ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടിയിൽ നമ്മൾ ആദ്യമായി നമ്മുടെ ദിവസഫലം നോക്കുകയാണ്. ഇന്ന് ശനിയാഴ്ച 1201 ആണ്ട് ചിങ്ങമാസം 14-ാം തീയതി 30/8/2025. എല്ലാവരും ഓണത്തിരക്കിൽ ഓണാഘോഷങ്ങൾക്കുള്ള ഒരുക്കത്തിലാണ്. അതിനിടയ്ക്ക് ചെറുതായി നമ്മുടെ ഇന്നത്തെ ഫലം എങ്ങനെ ഉണ്ട് എന്നുകൂടെ നോക്കിയിട്ട് പൊയ്ക്കോളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫലം നോക്കാം. ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയുടെ പ്രത്യേകത അറിയാം. ശനിയെല്ലാം സാവധാനത്തിൽ ചെയ്യുന്ന ആളാണ്, പക്ഷേ പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന ആളാണ്. ഇന്നത്തെ മേടക്കൂറിലെ ഫലം നമുക്ക് പരിശോധിക്കാം. ഇന്ന് മേടക്കൂറുകാർക്ക് അല്ലെങ്കിൽ അശ്വതി, ഭരണി, കാർത്തിക കാൽ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ഒരുപാട് നാളായി ആഗ്രഹിച്ചിരുന്ന പല ആഗ്രഹങ്ങളും നിറവേറ്റുന്ന ഒരു ദിവസമായിരിക്കും. വിവാഹത്തിന് തീയതി നിശ്ചയിക്കാനോ അല്ലെങ്കിൽ വിവാഹ കാര്യത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന ആളെ കണ്ടെത്താനോ ഒക്കെ ഉള്ള ഒരു നല്ല ദിവസമായിരിക്കും ഇന്ന്. കൂടാതെ ബിസിനസ്സുകാർക്ക്, വിദ്യാർത്ഥികൾക്ക്, രാഷ്ട്രീയക്കാർക്ക് ഒക്കെ നല്ല ദിവസമാണ്. എന്നാൽ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര നല്ല ദിവസമായിരിക്കുകയില്ല. വളരെ ശ്രദ്ധയോടുകൂടി ചിട്ടയോടുകൂടി പോയാൽ അത് ഒഴിവാക്കാവുന്നതാണ്. എങ്കിലും പൊതുവെ നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. ഇന്നത്തെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദൂരയാത്രയ്ക്ക് പോകുന്നവർ വളരെ ശ്രദ്ധിക്കണം. ചില ഒടിവുകൾ, ചതവുകൾ, വീഴ്ചകൾ ഒക്കെ സംഭവിക്കാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി പോകുന്നത് നന്നായിരിക്കും. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഇന്നത്തെ ഫലം നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക മുക്കാല്, രോഹിണി, മകേരത്തര. ഈ നക്ഷത്രക്കാർക്ക് ഇന്നലത്തേക്കാൾ കുറച്ചുകൂടി നല്ലൊരു ദിവസമായിരിക്കും. എന്നാൽ ചില പ്രതീക്ഷകൾക്ക് അല്ലെങ്കിൽ ആശാഭംഗം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. എന്നാൽ അത് വൈകുന്നേരത്തോടുകൂടി അതിനൊരു പരിഹാരം കണ്ടെത്തുകയോ സമാധാനം കണ്ടെത്തുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ രാശിഫലം നോക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരം, അര, തിരുവാതിര, പുണർതം, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമാണ്. എന്നാൽ യാത്രയ്ക്ക് ഒരുങ്ങുന്ന ആളുകൾക്ക് യാത്രാപരമായ ചില തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. വാഹനങ്ങൾക്ക് ചില അറ്റകുറ്റപ്പണികൾക്ക് സാധ്യതയുണ്ട്. ശാരീരിക ആരോഗ്യം കുറച്ചുകൂടി മെച്ചപ്പെടുന്ന ഒരു ദിവസമാണെങ്കിലും വൈകുന്നേരത്തോടുകൂടി ശാരീരികമായ ചില ക്ലേശങ്ങൾ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും. പുതിയ റിസൾട്ടുകൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഇന്നത്തെ ഫലം നോക്കാം. കർക്കിടകക്കൂറുകാർക്ക് ഇന്ന് വളരെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർതം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്ന് വളരെ വിശേഷപ്പെട്ട ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വന്നേക്കാം. ദുഷ്കരമായ ചില കാര്യങ്ങൾ അനായാസേന പൂർത്തീകരിക്കാൻ സാധിക്കും. ഉച്ചയോടുകൂടി ഊർജ്ജസ്വലത കൈവരുന്നതാണ്. കാര്യമത്ര പ്രസക്തമായ യാതൊന്നും കാണുന്നില്ല. എന്നാൽ ബിസിനസ്സുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ തിരക്കേറിയതും വളരെ ലാഭകരവുമായിട്ട് അനുഭവപ്പെട്ടേക്കാം. തൊഴിലാളികളുമായി ചില സംഘർഷങ്ങൾ ഒഴിച്ചാൽ കർക്കിടകക്കൂറുകാർക്ക്, ബിസിനസ്സുകാർക്ക് ഇന്ന് വളരെ അനുകൂലമായ ദിവസമായിരിക്കും വൈകുന്നേരം. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക്
ഇന്ന് ബിസിനസ്സുകാർക്ക് വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോയില്ലെങ്കിൽ നഷ്ടം വരുന്ന ഒരു ദിവസമാണ്. ഇന്ന് ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും ചില തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം. മാനസികമായ സംഘർഷങ്ങൾക്ക് സാധ്യതയുണ്ട്. ശാരീരിക ക്ലേശങ്ങൾ അധികരിക്കാൻ സാധ്യതയുണ്ട്. എന്നതൊഴിച്ചാൽ ഉച്ചയ്ക്ക് ശേഷം വളരെ സന്തോഷകരമായ ചില അനുഭവങ്ങൾ വന്നു ചേരാം. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഇന്നത്തെ ഫലം നോക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാല്, അത്തം, ചിത്തിരയാര. കന്നിക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ വൈദ്യ മേഖല അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കില്ലെന്ന് ആരോപണങ്ങൾക്ക് വിധേയമാകേണ്ടി വന്നേക്കാം. ചില കുറ്റപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ചില അപവാദ ശ്രവണമൊക്കെ ഉണ്ടായേക്കാം. തളരാതെ മുൻപോട്ട് പോവുക. അതെല്ലാം ഇന്ന് ദിവസം തീരും മുമ്പ് പരിഹാരം കണ്ടെത്തുന്നതാണ്. അടുത്തതായി നമുക്ക് തുലാം രാശിക്കാരുടെ ഫലം നോക്കാം. തുലാരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിരാര, ചോതി, വിശാഖമുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്, ഗുണാധിക്യമാണ് കാണുന്നത്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും അനായാസന സാധിക്കുന്നതാണ്. ബിസിനസ്സുകാർക്ക് ലാഭകരമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. രോഗാതി ദുരിതങ്ങൾ അലട്ടുന്നവർക്ക് ചെറിയ ആശ്വാസം പ്രതീക്ഷിക്കാവുന്നതാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ ചില അപകടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാവരും ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. ഈശ്വര പ്രാർത്ഥന എല്ലാത്തിനും പരിഹാരമാണ്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. വൃശ്ചികക്കൂറുകാർക്ക് ഇന്ന് നല്ല ദിവസമായിരിക്കും. അനിഷ്ടകരമായ ചില വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ടെങ്കിലും മനസ്സൊന്ന് പതറിയാലും അത് ഉച്ചയ്ക്ക് ശേഷം പരിഹരിക്കപ്പെടുന്നതാണ്. ദൂരയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക്, വിദേശയാത്ര പോകാൻ ഒരുങ്ങുന്നവർക്ക് ഒക്കെ അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ മനസ്സിന് സന്തോഷം തരുന്ന ഒരുപാട് അനുഭവങ്ങൾ ഇന്ന് ഉണ്ടാകുന്നതാണ്. അടുത്തതായി നമുക്ക് ധനുക്കൂറിലെ നക്ഷത്രങ്ങൾ പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഇന്നത്തെ ദിവസം ഇവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. വളരെ സന്തോഷകരമായ ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമാണ്. ബന്ധുക്കളുമായി കൂടിച്ചേരാനും ബന്ധുസമാഗമത്തിനുമൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. പൊതുവെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കുമെങ്കിലും കായികമായി അധ്വാനമുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മുറിവ്, ചതവ് ഒക്കെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. ബന്ധുക്കളെ കണ്ടുമുട്ടാനും നല്ല സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടാനുമൊക്കെ സാധ്യതയുള്ള ദിവസമാണ്. വിവാഹാദി കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാകുന്ന ദിവസമായിരിക്കും ഇത്. ഇഷ്ടജനങ്ങളുമായി സമയം പങ്കിടാനായി നല്ലൊരു ദിവസമായിരിക്കും. എന്നാൽ ദിവസത്തിൻ്റെ ആദ്യ പകുതിയിൽ വളരെ സന്തോഷമാണെങ്കിലും ദിവസത്തിൻ്റെ അവസാന പകുതിയിൽ ചില മനക്ലേശങ്ങളൊക്കെ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. വാക്കുകൾ കൊണ്ട് ആരെയും മുറിവേൽപ്പിക്കാതിരിക്കുക. വാക്കുകൾ കൃത്യമായും സൂക്ഷ്മമായും ഉപയോഗിച്ചാൽ യാതൊരു വിധത്തിലുള്ള സന്തോഷക്കുറവും ഉണ്ടാകുന്നതല്ല. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായൊരു ദിവസമായിരിക്കും. ദിവസത്തിൻ്റെ തുടക്കത്തിൽ വളരെ ഉത്സാഹവും ആരോഗ്യവുമൊക്കെ തോന്നുന്ന ഒരു ദിവസമായിരിക്കും. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും എല്ലാ വിഭാഗത്തിലുള്ള തൊഴിലുകാർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ അധികാരമുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് ചില സംഘർഷങ്ങളും തിരക്കുകളും മൂലമുള്ള അസ്വസ്ഥതകളും ശാരീരികാരോഗ്യക്കുറവുമൊക്കെ അനുഭവപ്പെട്ടേക്കാം. ദീർഘനാൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങൾക്കും അനുകൂലമായ മറുപടി പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് കുടുംബ വീതം വയ്ക്കുന്ന ഇതിലുള്ള ഒരു തീരുമാനം, അങ്ങനെയുള്ള ഷെയറുകളൊക്കെ ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ ഇന്ന് വന്നു ചേരുന്നതാണ്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം നോക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരിട്ടാതിമുക്കാൽ. ഇന്ന് ഈ കൂറുകാർക്ക്, ഈ നക്ഷത്രക്കാർക്ക് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമായിരിക്കും. ഒരുപാട് സന്തോഷകരമായ അനുഭവങ്ങളും ബന്ധുസമാഗമങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളെക്കുറിച്ച് വളരെ നാളുണ്ടായിരുന്ന ആകാംക്ഷകളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു ദിവസമാണ്. മുതിർന്ന കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യത കാണുന്നു. അതേപോലെ തന്നെ
ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കും. ബന്ധുമിത്രാദികളെ കൊണ്ട് മനസ്സിന് സുഖം വരുന്ന ഒരു ദിവസമാണ്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും അതേപോലെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് അനുകൂല ദിവസമായി കാണുന്നു. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂർട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ആലസ്യത്തിൻ്റെ ദിവസമാണ്. ചില പ്രധാന കാര്യങ്ങൾ ചെയ്യാൻ ആലോചിച്ചാലും അത് തടസ്സപ്പെടുന്നതായി കാണുന്നു. വളരെ മനക്ലേശം അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരു പകലാണ് എങ്കിലും എന്നാൽ വൈകുന്നേരത്തോടുകൂടി പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുകയും വളരെ ഉല്ലാസത്തോടു കൂടി കുടുംബാംഗങ്ങളുമായി സമയം ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുന്നതായി കാണുന്നു. ഈശ്വര പ്രാർത്ഥന എല്ലാവർക്കും അനിവാര്യമാണ്. എല്ലാവരെയും ഈശ്വരനെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇന്നത്തെ ഫലം ഇതാണ്, എല്ലാവരുടെയും ദിവസഫലം ഇതാണ്. എല്ലാവരും സന്തോഷമായിട്ട് ഓണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചോളുക. ഇനി നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം ചിന്തിക്കാം. ഇപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞതിൽ പലർക്കും ഏഴര ശനിയും കണ്ടക ശനിയും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ഏഴര ശനി, എങ്ങനെ തിരിച്ചറിയാം എന്നൊരു ചെറിയ വിശേഷമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതായത് ശനി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയമുണ്ടാകുന്നു. ശനിയെ ബഹുമാനിക്കുക, ശനിയെ ഭയക്കേണ്ട ഒരു ഗ്രഹമല്ല. ശനി ഏറ്റവും ഔട്ടർ ഓർബിറ്റിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് അത് സഞ്ചരിക്കാനായിട്ട് ഒരുപാട് സമയമെടുക്കും. 12 രാശികളും കടന്നു വരുമ്പം 30 വർഷവും ഓരോ രാശിയും കടന്നു പോകുമ്പോൾ 2.5 വർഷവും എടുക്കും. അതുകൊണ്ടാണ് ശനി വരുമ്പോൾ എല്ലാവരും ഭയക്കുന്നത്. ഇനി ശനി ദശയാണെങ്കിലോ 19 വർഷമുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ ആകുമ്പോഴേക്കും ആളുകൾക്ക് ശനിയെ ഭയമാണ്. കാരണം ജീവിതത്തിലെ ഒരു ലയൺ ഷെയർ അല്ലെങ്കിൽ ഒരു ലയൺ ഷെയറും ശനി അപഹരിക്കുന്നു. അപ്പോൾ ശനി എന്തിനാണ് വരുന്നത്? ശനി ആരാണ്? ശനി നമ്മുടെ രക്ഷകനോ ശിക്ഷകനോ എന്നൊക്കെ നമുക്ക് നോക്കാം. ശനി എന്ന ഗ്രഹം ഈശ്വര തുല്യനാണ്. നിഗൂഢതകൾ ഒരുപാടുള്ള ഒരു ഗ്രഹമാണ്. ശനിയെ നമ്മൾ ഭയക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ശനി നമ്മളെ ശിക്ഷിക്കാൻ വരുന്ന പൂർവ്വജന്മ കർമ്മ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും വന്നിരിക്കുന്നത് പൂർവ്വജന്മ കർമ്മം അനുഭവിച്ച് തീർക്കാനാണ്. നമ്മൾ എന്തു കൊടുത്തോ, കഴിഞ്ഞ ജന്മങ്ങളിൽ എന്തു കൊടുത്തോ അത് നമ്മൾ തിരിച്ച് അനുഭവിച്ച് നമ്മുടെ ആത്മശുദ്ധിക്കായിട്ടാണ് എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ശനി അതാത് സമയത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും ഫലം തരാനായിട്ട് ഒരു വടിയുമായി വരികയാണ്. അപ്പോൾ നല്ല വേദനിക്കും, നമുക്ക് മനക്ലേശമുണ്ടാകും, സന്തോഷക്കുറവുണ്ടാകും. ശനി ഗ്ലൂമിനസിൻ്റെ അല്ലെങ്കിൽ മൗഢ്യത്തിൻ്റെ ഒരു ഗ്രഹമാണ്, മന്ദതയുടെ ഗ്രഹമാണ്. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ശനിക്കുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഏഴര ശനി, കണ്ടക ശനി എന്നൊക്കെ നമുക്ക് നോക്കാം. അതായത് മേടം മുതൽ മീനം വരെ വ്യാപിച്ചു കിടക്കുന്ന ആ രാശിചക്രങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇതിലേതെങ്കിലും ഒരു രാശിയിലാണ് ജനിക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ നമ്മൾ ജനിക്കുന്ന സമയത്ത് എവിടെ നിൽക്കുന്നു, അതാണ് ഇവിടുത്തെ വിഷയം. ചന്ദ്രൻ നമ്മൾ ജനിക്കുന്ന സമയത്ത് ഏത് കൂറിലാണ് അല്ലെങ്കിൽ ഏത് നക്ഷത്ര രാശിയിലൂടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ ഏത് നക്ഷത്ര മേഖലയിലൂടെ കടന്നു പോകുന്നു, അതാണ് നമ്മുടെ നക്ഷത്രം. അപ്പോൾ ആ രാശി മുഴുവൻ നമുക്ക് അവകാശപ്പെട്ടതാണ്. ഈ രാശിയും, അതായത് ഞാൻ ഇരിക്കുന്ന സ്ഥലവും വലത്തുവശവും ഇടതുവശവും ചേർന്നിരിക്കുമ്പോൾ വലതു ഭാഗത്തിരിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മളെയും ബാധിക്കുന്നു. അതേപോലെ തന്നെ ഇടതുഭാഗത്തിരിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെ ബാധിക്കുന്നു. നമുക്ക് ബാധിച്ചാലും ഇതുതന്നെയാണ് അനുഭവം. ശനി നമ്മുടെ ഇടതും വലതും സെൻറ്ററിലും വരുന്ന ആ സമയത്തെ നമ്മൾ ഏഴര ശനി എന്ന് വിളിക്കുന്നു. കാരണം ശനി ഒരു രാശിയിൽ 2.5 വർഷമാണ് സഞ്ചരിക്കുന്നത്. വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ശനി നമ്മളെ അപഹരിക്കുന്നു അല്ലെങ്കിൽ നിഴൽ വീഴിക്കുന്ന 7.5 കൊല്ലം, 2.5 നമ്മുടെ 12 2.5 നമ്മുടെ ലഗ്നത്തിൽ, ചന്ദ്രലഗ്നത്തിൽ, 2.5 നമ്മുടെ 2ാം ഭാവത്തിൽ. അപ്പോൾ ശനി വന്നിരിക്കുന്നത് ആദ്യം ദുരിതഭാവത്തിലാണ്. അപ്പോൾ ശനി നമ്മളെ ദുരിതങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കും. നമ്മൾ കൊടുത്തതാണ് തിരിച്ചു വാങ്ങുന്നതെന്ന് പറഞ്ഞല്ലോ.
അപ്പോൾ നമുക്ക് പലതരത്തിൽപ്പെട്ട അനുഭവങ്ങളും ദുരിതങ്ങളും, പ്രധാനമായും 7.5 ശനി എന്ന് പറയുന്ന ഈ അവസ്ഥ വരുമ്പോൾ, 12-ൽ ശനി നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് അപകടങ്ങളും വീഴ്ചകളും ഒടിവുകളും ചതവുകളും സാമ്പത്തിക നഷ്ടങ്ങളും അനാവശ്യ കൂട്ടുകെട്ടുകളിൽപ്പെട്ട് മദ്യപാനം അല്ലെങ്കിൽ ഇപ്പോഴുള്ള കുട്ടികളുടെ ലഹരി ഉപയോഗം ഇതിലോട്ടൊക്കെ ചെന്ന് പെടുന്ന ഒരു സമയമാണ്. ആര് പറഞ്ഞാലും അനുസരിക്കാൻ പറ്റില്ല. നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ശനിയാണ്. കാരണം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, പ്രലോഭനങ്ങളിലൊക്കെ ചെന്നുപെട്ട് വളരെയധികം വിഷമിക്കുന്ന ഒരു സമയമാണ് 7.5 ശനിയുടെ 1-ാം ഭാഗം. അതിനെ 1-ാം ഭാഗം എന്ന് പറയുന്നു. 7.5 ശനിയെ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഒന്ന് 12, 1 മറ്റൊന്ന് 2. അപ്പോൾ ഈ 1-ാം ഭാവത്തിൽ ശനി വന്ന് നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവദോഷങ്ങളുണ്ടാകാം. ഉറ്റവരും ഉച്ചയ്ക്കടിക്കുന്ന ഒരു സമയമാണ് 7.5 ശനിക്കാലം. എല്ലാവരും അകന്നു പോകുന്നതായി കാണാം. സുഹൃത്തുക്കൾ വളരെ വിചിത്രമായ രീതിയിൽ നമ്മളോട് പെരുമാറാം, നമ്മളെ കുറ്റപ്പെടുത്താം, അല്ലെങ്കിൽ ഉറ്റവർ നമ്മളെ വളരെ അകറ്റി നിർത്താം, അല്ലെങ്കിൽ നമുക്ക് ധനനഷ്ടങ്ങളുണ്ടാകും. ഇങ്ങനെ ഒരു കഷ്ടനഷ്ടങ്ങളുടെ ഒരു സമയമായിരിക്കും ഇത്. എന്നാൽ എത്ര കഷ്ടനഷ്ടങ്ങളാണെങ്കിലും ചില ആശ്വാസങ്ങളും ഇടയ്ക്ക് വരുന്നതാണ്. നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന, അതായത് ശനിക്ക് നമ്മളോട് കരുണ തോന്നുന്ന അവസരങ്ങളിൽ ശനി കണ്ണടയ്ക്കും എന്നാണ് ശാസ്ത്രം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചില ഭാഗ്യങ്ങളും വന്നു ചേരാറുണ്ട്. ചില അപ്രതീക്ഷിതമായ ഭവന നിർമ്മാണം, അല്ലെങ്കിൽ വസ്തു വാങ്ങൽ, വാഹനം വാങ്ങലൊക്കെ ഇടയ്ക്ക് സംഭവിക്കാറുണ്ട്. എപ്പോഴും കരുതിയിരിക്കുക. നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ആപത്ത് സമയമാണ്. അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ചെന്ന് ഏർപ്പെടാതിരിക്കുക. കേസ് വഴക്കിലൊക്കെ ചെന്ന് വീഴാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിൽ നിന്നെല്ലാം വളരെ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു നിൽക്കണം. ഒരു കേസോ വഴക്കോ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ 7.5 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ അതിനൊരു പരിഹാരം വരുന്നത്. ഇനി ശനിയുടെ ഈ കഷ്ടകാലങ്ങളെ പരിഹരിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത്, ശനി വിളക്ക് നമ്മുടെ വീട്ടിൽ, എൻ്റെ ഗുരു ബ്രഹ്മശ്രീ മിത്ര നമ്പൂതിരിപ്പാടാണ് ഇത് പറഞ്ഞു തന്നിട്ടുള്ളത്. ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം, എന്നാലും എൻ്റെ ഗുരുവിനെ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എള്ള് കിഴി കെട്ടി നല്ലെണ്ണയിൽ മുക്കി ഇടിഞ്ഞിലിൽ കത്തിച്ച് നമ്മുടെ വീടിൻ്റെ നടയിൽ, ശനിയുടെ സ്ഥാനം പുറത്താണ്, അതുകൊണ്ട് ശനിയെ പുറത്ത് നിർത്തി ആരാധിക്കാം. അങ്ങനെ പുറത്ത് അല്ലെങ്കിൽ തുളസി തറയുണ്ടെങ്കിൽ അവിടെ ഒക്കെ നമുക്ക് ഈ എള്ള് വിളക്ക് കത്തിക്കാവുന്നതാണ്. ഈ എള്ള് വിളക്ക് മേലോട്ടാണ് കത്തുന്നത്. പലരും ചോദിക്കാറുണ്ട്, എള്ള് കിഴി എങ്ങോട്ട് തിരിച്ചു വയ്ക്കണം? എങ്ങോട്ട് തിരിഞ്ഞാലും കിഴിയാണ് മേലോട്ടാണ് കത്തുന്നത്. നമ്മൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്നാണ് ശനിയെ പ്രാർത്ഥിക്കേണ്ടത്. ശനി നമുക്ക് ആശ്വാസം തരാൻ നമ്മൾ ശാസ്താപ്രീതി അല്ലെങ്കിൽ ശ്രീ അയ്യപ്പസ്വാമിയുടെ പ്രീതിയൊക്കെ ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 18 പ്രാവശ്യം 18 പടികളാണ്. ആ 18 പടികളും മനസ്സുകൊണ്ട് കയറുക. ഓരോ പടി കയറുമ്പോഴും സ്വാമിയേ ശരണമയ്യപ്പ എന്ന് ജപിക്കണം. അതേപോലെ തന്നെ 18 പ്രാവശ്യം ഓം ശം ശനൈശ്ചരായ നമ എന്ന് ജപിക്കുക. ശാസ്താവ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രുവാണ്, ശാസിക്കുന്ന ആളാണ്, നമ്മുടെ ആദ്യത്തെ ദൈവവുമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ശാസ്താപ്രീതി കൊണ്ട് അല്ലെങ്കിൽ ശനിയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ 7.5 ശനിക്കാലം നമുക്ക് പരിഹരിക്കാവുന്നതാണ്. ഇനി ആകട്ടെ 2-ാം ഭാവത്തിൽ ശനി വരുമ്പോൾ കുറച്ചുകൂടി കഷ്ടപ്പാടാണ്. അതിനെ ജന്മശനി എന്നാണ് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജന്മനക്ഷത്രത്തിലൂടെ ശനി കടന്നു പോകുന്ന ആ സമയത്ത് ദുരിതങ്ങളേറെയാണ്. കാരണം ആദ്യം നമുക്ക് 7.5 ശനിയുടെ ആദ്യ ഭാഗം വരുമ്പോൾ നമുക്ക് 2.5 കൊല്ലം വളരെ ദുരിതമാണെന്ന് പറഞ്ഞല്ലോ. അന്ന് ദൈവാധീനം പകുതി ലഭിക്കുന്നുണ്ട്, പകുതി ആശ്വാസമുണ്ട്. എന്നാൽ ജന്മത്തിൽ ശനി വരുമ്പോൾ വളരെയധികം ക്ലേശങ്ങളാണ് ഉണ്ടാവുക. കാരണം ദൈവാധീനം അല്ലെങ്കിൽ ആ എനർജി നമുക്ക് പൂർണ്ണമായും തടയപ്പെടുന്നു. ഈശ്വരാധീനമില്ലാത്ത സമയം. അന്ധകാരത്തിലോട്ട് നമ്മൾ അന്ധനായ ഒരാൾ ഇറങ്ങിപ്പോകുന്ന പോലെയല്ല, കണ്ണ് കാണാവുന്ന ഒരാൾ അന്ധകാരത്തിലോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അതായത് തട്ടി വീഴാം, തസ്കര ഭയം, ആരെങ്കിലും നമ്മളെ തട്ടിക്കൊണ്ടു പോകാം, മോഷ്ടിക്കപ്പെടാം, തെറ്റിദ്ധരിച്ച് നമ്മളെ ശിക്ഷിക്കാം, അല്ലെങ്കിൽ ജന്മശനി കർമ്മശനി, തന്നെ കൊല്ലിക്കാം, പുല കൊള്ളിക്കാം, അല്ലെങ്കിൽ ക്ലേശങ്ങളേറെ എന്നാണ് പ്രമാണം. അതായത് നമുക്ക് തനിയെ മരിക്കാനൊക്കെ തോന്നുന്ന ഒരു സാഹചര്യം വരെ വന്നു ചേരാം. കടം ഒഴിവാക്കാനായിട്ട് സാധിക്കുകയില്ല. കടം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക. 7.5 ശനി കാലത്ത് നമുക്ക്
കടബാധ്യതകൾ വന്നു ചേരാനായി സാധ്യതയുണ്ട്. എന്നാൽ ഇത്തവണ ശനി വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലേക്കാണ് മാറിയിട്ടുള്ളത് എന്നതുകൊണ്ട് ശനി നമുക്ക് വളരെയധികം ദോഷങ്ങളൊന്നും ചെയ്യുകയില്ല. ജന്മശനിക്കാർ ഭയപ്പെടേണ്ടതില്ല. അടുത്തതായി നമുക്ക് ശനിയുടെ അവസാന ഭാഗം നോക്കാം. അവസാനത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ഭാഗമായ 2.5 വർഷം ശനിയുടെ പോക്കാണ്. ആ സമയത്ത് നമുക്ക് പോയും വന്നുമിരിക്കും. അതായത് ചില ഭാഗ്യങ്ങളുണ്ടാകും, അതേപോലെ അത് നഷ്ടപ്പെടും. ഇങ്ങനെ നമ്മൾ വളരെ ക്ലേശങ്ങൾ അനുഭവിക്കും. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, 7.5 ശനി 7.5 കൊല്ലമാണ്. ഈ 7.5 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് 3 അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. വീഴ്ച, ഒടിവ്, ചതവ്, മുറിവൊക്കെ സാധ്യതയുണ്ട്. 7.5 ശനിയുടെ പോക്ക് സമയത്ത് ശനി പാദത്തെയാണ് ബാധിക്കുന്നത്, അല്ലെ കാലിനെയാണ് ബാധിക്കുന്നത്. മുട്ടുവേദന, സർജറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ശനി മന്ദനാണ് അല്ലെങ്കിൽ മുടന്തനാണ് എന്നൊക്കെയാണ് നമ്മുടെ അറിവ്. അപ്പോൾ അങ്ങനെയുള്ള ശനി നമുക്ക് കാലിന് പണി തന്നിട്ട് പോകും എന്നാണ് പഴമക്കാർ പറയുന്നത്. അതിലൊക്കെ ഏറെക്കുറെ വളരെയധികം സത്യമുണ്ട്. ഇന്നത്തെ പ്രോഗ്രാം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം പറയുന്നു. എല്ലാവരും ഓണം സന്തോഷത്തോടു കൂടി ആഘോഷിക്കുക. എല്ലാവർക്കും ഐശ്വര്യം വരട്ടെ. ഇനി നമ്മൾ പോകുന്നത് കർണാടകയിലെ ഒരു പുണ്യഭൂമിയിലേക്കാണ്. ഹിന്ദു മതവും ജൈന മതവും ഒരുമിച്ച് കൈകോർക്കുന്ന 800 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു അത്ഭുത ക്ഷേത്രം. ജാതിമതഭേദമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ പ്രവേശനം നൽകുന്ന, നീതിയും ധർമ്മവും സംരക്ഷിക്കുന്ന ധർമ്മസ്ഥലയിലെ ശ്രീ മഞ്ജുനാഥ ക്ഷേത്രം. വിശ്വാസങ്ങളുടെ ഈ സങ്കേതത്തിന്റെ ചരിത്രവും ഐതിഹ്യങ്ങളും പ്രത്യേക ആചാരങ്ങളും നമുക്ക് അടുത്തറിയാം തീർത്ഥാടനത്തിലൂടെ. ധർമ്മസ്ഥലയിലെ ശ്രീ മഞ്ജുനാഥ ക്ഷേത്രം വടക്കൻ കേരളത്തിന്റെ ആത്മീയതയെയും സാംസ്കാരിക പൈതൃകത്തെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രകാശ ഗോപുരമാണ് കർണാടക സംസ്ഥാനത്തെ ധർമ്മസ്ഥലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ മഞ്ജുനാഥ ക്ഷേത്രം. ദക്ഷിണ കന്നഡയിലെ ബെൽത്തങ്ങാടി താലൂക്കിൽ നേത്രാവതി നദിയുടെ തീരത്താണ് ഈ പുരാതന തീർത്ഥാടന കേന്ദ്രം നിലകൊള്ളുന്നത്. ഈ ക്ഷേത്രം കേവലം ഒരു ആരാധനാലയം എന്നതിലുപരി മതപരമായ സഹവർത്തിത്വത്തിന്റെയും സാമൂഹിക സമത്വത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ്. 800 വർഷത്തിലേറെ പഴക്കമുള്ള ഈ പുണ്യഭൂമി ഹിന്ദുമതത്തിന്റെയും ജൈനമതത്തിന്റെയും വിശ്വാസങ്ങളെ ഒരുമിച്ച് ചേർക്കുന്നു. ക്ഷേത്രത്തിന്റെ ഭരണ ചുമതല ജൈനമത വിശ്വാസികളായ പെർഗഡെ കുടുംബത്തിനാണെങ്കിലും പൂജകൾ നടത്തുന്നത് മാധ്വ ബ്രാഹ്മണരായ വൈഷ്ണവ പുരോഹിതരാണ്. ഈ അപൂർവ സംയോജനം ഈ ക്ഷേത്രത്തെ മറ്റുള്ളവയിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു. ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ഭക്തർക്കും സഞ്ചാരികൾക്കും ധർമ്മം, നീതി, സമാധാനം എന്നിവയുടെ പാഠങ്ങൾ നൽകുന്ന ഒരു സങ്കേതമായി ധർമ്മസ്ഥല അറിയപ്പെടുന്നു. 800 വർഷങ്ങൾക്ക് മുൻപ് ധർമ്മസ്ഥല കുടുമ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ബെൽത്തങ്ങാടിയിലെ ഈ ഗ്രാമത്തിൽ ബിർമണ്ണ പെർഗഡയും ഭാര്യ അമ്മു ബല്ലലതയും അടങ്ങുന്ന ഒരു ജൈന കുടുംബം നെല്ലിയാടി ബീഡു എന്ന തറവാട്ടിൽ താമസിച്ചിരുന്നു. ഒരു ദിവസം രാത്രി ധർമ്മത്തിന്റെ കാവൽ ദൈവങ്ങളായ 4 ദേവതകൾ മനുഷ്യരൂപമെടുത്ത് പെർഗഡയുടെ വീട്ടിലെത്തി ദമ്പതികളുടെ ആതിഥ്യമര്യാദയിലും ആത്മാർത്ഥതയിലും സന്തുഷ്ടരായ ദേവതകൾ ധർമ്മം പ്രചരിപ്പിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം തേടിയാണ് തങ്ങൾ വന്നതെന്ന് സ്വപ്നത്തിൽ വെളിപ്പെടുത്തി. തങ്ങളുടെ ആരാധനയ്ക്കായി തറവാട് ഒഴിഞ്ഞു തരണമെന്നും ധർമ്മം സംരക്ഷിക്കാൻ ജീവിതം സമർപ്പിക്കണമെന്നും അവർ പെർഗഡയോട് ആവശ്യപ്പെട്ടു. ദേവതകളുടെ നിർദ്ദേശപ്രകാരം പെർഗഡെ മറ്റൊരു വീട് പണിയുകയും നെല്ലിയാടി ബീഡു ദേവതാരാധനയ്ക്കായി വിട്ടുകൊടുക്കുകയും ചെയ്തു. പിന്നീട് ഈ 4 ധർമ്മദൈവങ്ങളെ കന്യാകുമാരി, കലാരഹു, കലാർക്കൈ, കുമാരസ്വാമി എന്നിവർക്ക് പ്രത്യേക ആരാധനാലയങ്ങൾ പണിയാനും തങ്ങളുടെ പ്രതിനിധികളായി 2 ഉന്നത കുലജാതരെ തിരഞ്ഞെടുക്കാനും ദേവതകൾ പെർഗഡയോട് ആവശ്യപ്പെട്ടു. ഇതിനു പകരമായി പെർഗഡയുടെ കുടുംബത്തിന് സംരക്ഷണം, സ്വത്ത്, പ്രശസ്തി എന്നിവ നൽകുമെന്ന് ദേവതകൾ വാഗ്ദാനം ചെയ്തു. ദേവതകളുടെ നിർദ്ദേശങ്ങളനുസരിച്ച് പെർഗഡെ 4 ആരാധനാലയങ്ങൾ പണികഴിപ്പിക്കുകയും ബ്രാഹ്മണ പുരോഹിതരെ പൂജകൾക്കായി ക്ഷണിക്കുകയും ചെയ്തു. ഈ ബ്രാഹ്മണ പുരോഹിതരാണ് ശിവലിംഗം പ്രതിഷ്ഠിക്കാൻ ആവശ്യപ്പെട്ടത്.
അങ്ങനെ മംഗലാപുരത്തിനടുത്തുള്ള കട്രിയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിൽ നിന്ന് ശിവലിംഗം കൊണ്ടുവരാൻ ദേവതകൾ തങ്ങളുടെ ദാസനായ അണ്ണപ്പസ്വാമിയെ അയച്ചു. അങ്ങനെയാണ് മഞ്ജുനാഥ ക്ഷേത്രം ഉയർന്നു വന്നത്. ധർമ്മസ്ഥല ക്ഷേത്രം അതിന്റെ അതുല്യമായ ഭരണരീതിയിലൂടെയും ആചാരങ്ങളിലൂടെയും ശ്രദ്ധേയമാണ്. ഹെഗ്ഗഡെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന പുരുഷാംഗമാണ് ക്ഷേത്രത്തിന്റെ പരമ്പരാഗത ട്രസ്റ്റിയും ധർമാധികാരിയും. ഏകദേശം 20 തലമുറകളായി ഈ പദവി വഹിച്ചുവരുന്ന ഈ കുടുംബം മുൻകാലങ്ങളിൽ സിവിൽ ക്രിമിനൽ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്ന ഒരു നീതിന്യായ സംവിധാനം കൂടിയായി പ്രവർത്തിച്ചിരുന്നു. ഈ ഹൊയ്ലു എന്നറിയപ്പെടുന്ന നീതിന്യായ വിധി ഇന്നും തുടരുന്നു. അതുകൊണ്ട് തന്നെ ആത്മീയമായ കാര്യങ്ങൾക്കൊപ്പം സാമൂഹികമായ പ്രശ്നങ്ങൾക്കും ഇവിടെ പരിഹാരം തേടിയെത്തുന്നവരുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തി ശിവനാണെങ്കിലും ധർമ്മദൈവങ്ങളായ കന്യാകുമാരി, കലാരഹു, കലാർക്കൈ, കുമാരസ്വാമി എന്നിവരെയും ജൈന തീർത്ഥങ്കരനായ ചന്ദ്രപ്രഭനെയും ഇവിടെ ആരാധിക്കുന്നു. ഇത് വ്യത്യസ്ത മതവിശ്വാസങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഇവിടെ എത്തുന്ന ഭക്തർക്ക് കർശനമായ വസ്ത്രധാരണ രീതികൾ പാലിക്കേണ്ടതുണ്ട്. പുരുഷന്മാർക്ക് ഹാഫ് പാൻസ് ധരിക്കാൻ അനുവാദമില്ല. കൂടാതെ ഷർട്ടും ബനിയനും ഊരിവെച്ച ശേഷമേ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. സ്ത്രീകൾക്ക് നൈറ്റി ധരിച്ച് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. ലക്ഷദ്വീപത്തിന്റെ ഉത്സവം എന്നറിയപ്പെടുന്ന ലക്ഷദ്വീപോത്സവം, പട്ടണജെ ജാത്രെ എന്നിവയാണ് ധർമ്മസ്ഥലയിലെ പ്രധാന ഉത്സവങ്ങൾ. കൂടാതെ ദീപാവലി, നവരാത്രി, ഗണേശ ചതുർത്ഥി തുടങ്ങിയ ആഘോഷങ്ങളും ഇവിടെ വളരെ വിപുലമായി നടത്തപ്പെടുന്നു. ഈ ഉത്സവകാലങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്തുന്നു. മഞ്ജുനാഥ ക്ഷേത്രം സന്ദർശിക്കുന്നവർക്ക് കാണാൻ മറ്റ് നിരവധി സ്ഥലങ്ങളുണ്ട്. ക്ഷേത്രത്തിന് സമീപമുള്ള ബെഡിനെടെ ബേട്ടക്കുന്നിന്റെ മുകളിലാണ് 4 ധർമ്മദേവങ്ങളുടെയും ആരാധനാലയവും ജൈന തീർത്ഥങ്കരന്റെ പ്രതിമയും സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ധർമ്മസ്ഥലയിലെ ചരിത്രവും സംസ്കാരവും അടുത്തറിയാൻ മഞ്ജുഷ മ്യൂസിയം സന്ദർശിക്കാം. പഴയ വാളുകൾ, ക്യാമറകൾ, വാഹനങ്ങൾ, പുരാതന രേഖകൾ എന്നിവയുടെ വലിയ ശേഖരം ഇവിടെയുണ്ട്. ധർമാധികാരിയായ വീരേന്ദ്ര ഹെഗ്ഗഡെയുടെ ശേഖരത്തിലുള്ള പുരാതന കാറുകളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാന പ്രത്യേകത ധർമ്മസ്ഥലയിലെ അന്നദാനമാണ്. എല്ലാ ദിവസവും ആയിരക്കണക്കിന് തീർത്ഥാടകർക്ക് ഇവിടെ സൗജന്യമായി ഭക്ഷണം നൽകുന്നു. ഈ ക്ഷേത്രം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. കർണാടകയുടെ തലസ്ഥാനമായ ബംഗളൂരുവിൽ നിന്ന് ഏകദേശം 300 കിലോമീറ്റർ അകലെയാണ് ധർമ്മസ്ഥല. റോഡ് മാർഗം ഇവിടേക്ക് എളുപ്പത്തിലെത്താം. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകൾ മംഗലാപുരം, സുബ്രഹ്മണ്യ റോഡ് എന്നിവയാണ്. മംഗലാപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ധർമ്മസ്ഥലയിൽ നിന്ന് ഏകദേശം 82 കിലോമീറ്റർ അകലെയാണ്. നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളാണ് ധർമ്മസ്ഥല സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. ഈ മാസങ്ങളിലെ കാലാവസ്ഥ സുഖകരമായിരിക്കും. ക്ഷേത്രത്തിന് ചുറ്റും നിരവധി താമസ സൗകര്യങ്ങളും ലഭ്യമാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ ദിവസത്തെ പ്രധാന വാർത്തകളിലേക്ക് കടക്കുന്നു. ജ്യോതിഷ തീർത്ഥാടന വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം. ഗുഡ് മോർണിംഗ്, നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സ്വാഗതം രാവിലെയിലേക്ക്. പുന്നമടയുടെ ഓളപ്പരപ്പിനെ ആവേശം കൊള്ളിച്ചുകൊണ്ട് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഇന്നാണ്. കരിവീരന്മാരുടെ ജലമാമാക്കത്തിന്റെ ഓരോ നിമിഷങ്ങളും ഇടവേളകളില്ലാതെ പ്രേക്ഷകരിലേക്ക് ന്യൂസ് 18 കേരളം എത്തിക്കുന്നതായിരിക്കും. രാവിലെ ഇന്ന് കുട്ടനാട്ടിൽ നിന്ന് തന്നെയാണ്. നമുക്ക് അവിടേക്ക് പോകാം. നമ്മുടെ ടീം അവിടെ സജ്ജമായിരിക്കുകയാണ്. പക്ഷെ അതിനു മുമ്പ് ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന വാർത്താ തലക്കെട്ടുകൾ നോക്കാം. കണ്ണൂർ കണ്ണപുരത്ത് വൻ സ്ഫോടനം. വാടക വീട്ടിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചതായി സംശയം. ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയ നിലയിൽ. പൊട്ടിത്തെറി ബോംബ് നിർമ്മാണത്തിനിടെയെന്ന സൂചന. വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ? പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശം. യുവതികളുടെ വെളിപ്പെടുത്തലിൽ മൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച്. ആരോപണം ഉന്നയിച്ചവരെ നേരിൽ കാണും. ജപ്പാൻ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി ചൈനയിലേക്ക്. ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. ചൈനീസ് റഷ്യൻ പ്രസിഡന്റുമാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച. ട്രംപിന്റെ പിഴച്ചുങ്കം നേരിടാൻ നീക്കങ്ങൾ. ആരാകും ഇക്കുറി ഓളപ്പരപ്പിലെ രാജാവ്?
പുന്നമടയിലെ ട്രാക്കുകൾക്ക് തീപിടിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വള്ളംകളിയുടെ ആവേശം അതേപടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ന്യൂസ് 18. പുന്നമടയെ തീപിടിപ്പിക്കാൻ ജലരാജാക്കന്മാരുടെ ആവേശപ്പോര്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഇന്ന്. മാറ്റുരയ്ക്കുന്നത് 71 വള്ളങ്ങൾ. സമഗ്ര കവറേജുമായി ടീം ന്യൂസ് 18. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര അവസാന ലാപ്പിലേക്ക്. യാത്ര മറ്റന്നാൾ സമാപിക്കും. ഇന്ന് അഖിലേഷ് യാദവ് യാത്രയുടെ ഭാഗമാകും. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർ ജയകുമാറിന്റെ മൊഴിയെടുക്കാൻ പോലീസ്. ആശുപത്രി അധികൃതർ ഉടൻ DMOയ്ക്ക് റിപ്പോർട്ട് നൽകും. വകുപ്പ് തല തുടർ നടപടികൾ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം. ഈ ദിവസം അതിരാവിലെ നമ്മളെ തേടിയെത്തിയ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയതിനു ശേഷം നമുക്ക് കുട്ടനാട്ടിലേക്ക് പോകാം. കണ്ണൂർ കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിൽ സ്ഫോടനം. പുലർച്ചെ 2 മണിയോടെ ഉണ്ടായ സ്ഫോടനത്തിൽ വീട് തകർന്നു. ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനമെന്നാണ് സംശയിക്കുന്നത്. ശരീരാവശിഷ്ടം ചിന്നിച്ചിതറി കിടക്കുന്നുവെന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം. സുമേഷ് മൊറാഴ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം. സുമേഷ്, ഇതെപ്പോഴാണ് ഈ സംഭവം? എന്താണ് നമുക്ക് കൂടുതലായി ലഭിക്കുന്ന വിവരം? കണ്ണപുരം കീഴറയിലെ ഒരു വാടക വീട്ടിലായിരുന്നു ഇത്തരം ഒരു വൻ സ്ഫോടനം നടന്നത്. ഇന്നലെ രാത്രി 2 മണിയോടെയായിരുന്നു സംഭവം. ഈ ബോംബ് നിർമ്മാണത്തിനിടെയായിരുന്നു ഈ സ്ഫോടനം ഉണ്ടായതെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ഈ ശരീരം അവശിഷ്ടങ്ങൾ വീടിന് പുറത്തും അതിന് വീടിനകത്തുമായി ചിതറിക്കിടക്കുന്നത് ഇപ്പോൾ കാണാൻ സാധിക്കും. ഈ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. സമീപത്തെ വീടുകളിലും ഇതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2 പേരാണ് ഇവിടെ താമസിച്ചിരുന്നതെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഇവര് 1 വർഷത്തോളമായി ഈ വാടക വീട്ടിൽ താമസിച്ചിരിക്കുകയാണ്. ഈ പ്രദേശത്തിലെ വീട് തന്നെയാണ്. ഏകദേശം 1 വർഷത്തോളമായി വാടകയാണ് ഇവർ താമസിച്ചിരുന്നത്. പയ്യന്നൂർ സ്വദേശികളാണെന്നുള്ള കാര്യത്തിൽ ഏകദേശം സൂചന ഇപ്പം പോലീസ് പറയുന്നുണ്ട്. ഏതായാലും ഈ രാത്രി ബൈക്കുകളിൽ രാത്രി വീടുകൾ എത്താറുണ്ടെന്നുള്ള കാര്യം എന്ന് സമീപവാസികൾ പറയുന്നു. അതുപോലെ തന്നെ ഇന്നലെ ഉച്ചക്കും ഈ കുറച്ച് പേർ ഈ വീട് കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഇന്നലെ 2 മണിയോടെ രാത്രി 2 മണിയോടെയായിരുന്നു ഇത്ര ഒരു ഉഗ്ര സ്ഫോടനം ഉണ്ടാകുന്നത്. ഈ സമീപവാസികൾ ഇത്ര ശബ്ദത്തോടെ ഈ ഉഗ്ര ശബ്ദത്തോടെ പൊട്ടുന്നത് കേട്ടാണ്, ഈ ശബ്ദം കേട്ടാണ് ഈ നാട്ടുകാർ അവിടെ എത്തുന്നത്. അപ്പോഴാണ് ഈ വീട് പൂർണ്ണമായും തകർന്ന നിലയിൽ കാണുന്നത്. ഏതായാലും ഇപ്പൊ അവിടെ പോലീസും ബോംബ് സ്ക്വാഡും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഇവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പിന്നെ ഏതായാലും നാട് നടുക്കിയ ഒരു സംഭവമായിരുന്നു ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഏതായാലും ഈ 2 മണിയോടെ ഉണ്ടായ സംഭവത്തിൽ നാട്ടുകാർ ഒരു നടുക്കം ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തീർച്ചയായും സുമേഷ്, നാടിനെ നടുക്കിയ ഒരു സംഭവം തന്നെയാണ്. സുമേഷ്, ഈ പയ്യന്നൂർ സ്വദേശികളാണ് എന്ന ഒരു സൂചന ഇപ്പോൾ ലഭിക്കുന്നുണ്ട് പോലീസിന്. അതിനപ്പുറം അയൽവാസികൾക്ക് പോലും ധാരണയില്ലേ ആ വീട്ടിൽ ആരായിരുന്നു വാടകയ്ക്ക് താമസിച്ചിരുന്നത് എന്നതിനെ സംബന്ധിച്ച്? ആര്യ, അതാണ് പറഞ്ഞത്. അതായത് 1 വർഷത്തോളമായി അവിടെ താമസിച്ചു വരുന്ന ആളുകളാണ്. ഇവരെ ഈ സാധാരണ പകൽ സമയങ്ങളിൽ ഇവർ അവിടെ ഉണ്ടാകാറില്ല എന്നും നാട്ടുകാർ പറയുന്നു. ചില സമയങ്ങളിലൊക്കെ വന്ന് പോകാറുണ്ട് എന്നല്ലാതെ എല്ലാ സമയത്തും ആ വീട്ടിൽ ആളുണ്ടാകാറില്ല. ചില സമയങ്ങളിൽ വരും. പിന്നെ രാത്രി വരുമ്പോഴൊക്കെ ലൈറ്റ് ഓഫ് ചെയ്യും എന്നുള്ള നാട്ടുകാർ ഇപ്പോൾ പറയുന്നു. അതായത് ബൈക്കുകളിൽ വരുന്ന സമയത്ത് വീടെത്തുന്നതിന് മുന്നേ ലൈറ്റ് ഓഫ് ചെയ്ത് ഈ വീട്ടിലേക്ക് കയറി പോകുന്നതായി ഈ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് അവർ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ പോലീസും ഉൾപ്പെടെ പറയുന്നത്. എന്നാൽ ഇതിലൊരു അസ്വാഭാവികത നാട്ടുകാരുടെ ഇവരെ ശ്രദ്ധയിലുണ്ടായിരുന്നില്ല. ഇന്നലെയാണ് ഇത്തരം ഒരു സംഭവം, അതായത് ബോംബ് നിർമ്മാണം ഉൾപ്പെടെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം ഈ നാട്ടുകാരുടെ ശ്രദ്ധയിൽ വരുന്നത്. ആര്യ, ഈ സമീപത്തുള്ള വീടുകൾക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ സുമേഷ്? തീർച്ചയായും ഈ സമീപത്തുള്ള വീടുകൾ ഇപ്പം ജനച്ചില ഉൾപ്പെടെ തകർന്ന നിലയിലാണ്. 1-2 വീടുകൾ തൊട്ടടുത്തുള്ള 1-2 വീടുകളിൽ സ്വാഭാവികമായും ഇതിന്റെ ഉഗ്ര ശബ്ദത്തോടെ പൊട്ടിയതാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇതിന്റെ ഗ്ലാസ് ചില്ലുകളൊക്കെ തകർന്ന നിലയിലാണ്. മറ്റും സമീപവാസികൾ മറ്റൊന്നായിരിക്കും. ശരി സുമേഷ്, ഒരു നിമിഷം. ഇപ്പോൾ കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രതി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി രതി,
നാടിനെ നടുക്കിയ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തൊക്കെ വിവരങ്ങൾ താങ്കൾക്ക് പ്രാഥമികമായി ലഭിക്കുന്നുണ്ട് ആ പ്രദേശത്ത് നിന്ന്? പ്രാഥമികമായ വിവരം ഒന്ന്, ഞാൻ നാട്ടിലുള്ള കർണാടകത്തിലാണ് ഉള്ളത്. അപ്പോ ഫോൺ വഴി ഉള്ള വിവരങ്ങൾ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണെന്ന് അറിഞ്ഞു. ഗോവിന്ദ മാഷുടെ ഉടമസ്ഥതയിലുള്ള വീടാണ്. സമീപത്തുള്ള വീടുകൾക്ക് ജനൽ ചില്ലുകളടക്കം പൊട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ വേണ്ടി പറ്റിയത്. ഗോവിന്ദൻ മാഷിന്റെ ഉടമസ്ഥതയിലുള്ള വീടെന്ന് പറയുമ്പോൾ മാഷ് ഉദ്ദേശിച്ചത് MV ഗോവിന്ദനെ തന്നെയാണോ? അയ്യോ അല്ല, പൊതുവെ നമ്മൾ ഗോവിന്ദൻ മാഷ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് ഒരു സംശയം തോന്നാം, അതുകൊണ്ട് എടുത്തു ചോദിച്ചതാണ്. ഓ അല്ല അല്ല, ഒരു അധ്യാപകന്റെ വീടാണോ? ഒരു അധ്യാപകന്റെ വീട്. അവരുടെ പേര് ഗോവിന്ദൻ ആയി എന്നുള്ളത് കൊണ്ടും അത് മാഷ് ആയി എന്നുള്ളത് മാത്രമേ വിഷയമുള്ളൂ. ശരി ശരി. ഈ സമീപത്ത് തന്നെയാണോ ഈ ഉടമസ്ഥനും താമസിക്കുന്നത്? അല്ല അല്ല അല്ല, അവര് കുറച്ച് ദൂരെയാണ്, സമീപത്തല്ല. ശ്രീമതി രതി സംസാരിച്ചിരുന്നോ ഈ ഉടമസ്ഥനുമായി? ആരായിരുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്നത് എന്നതിനെ സംബന്ധിച്ച് വിവരം ലഭിച്ചോ? ഇല്ലില്ല, ഉടമസ്ഥനായിട്ട് സംസാരിച്ചിട്ടില്ല. അവര് അറിയാൻ വേണ്ടി പറ്റിയത് വാടകയ്ക്ക് കൊടുത്തു, അനൂപ് എന്ന് പറയുന്ന ഒരു ആൾക്കാണ് വാടകയ്ക്ക് കൊടുത്തു എന്നാണ് എനിക്ക് ഫോൺ വഴി അറിയാൻ വേണ്ടി പറ്റിയത്. പിന്നെ നാട്ടിലില്ലാതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് കാണാനോ അറിയാനോ പറ്റിയിട്ടില്ല. കർണാടകത്തിലാണ് ഉള്ളത് ഞാൻ. ശരി. ഈ സമീപത്ത് ആരോടെങ്കിലും സംസാരിച്ചിരുന്നോ ഈ സംഭവം നടന്നതിന് ശേഷം? സംസാരിച്ചിരുന്നു. അവരെന്താണ് പറയുന്നത്? വീടിന് കേടുപറ്റി എന്നുള്ള കാര്യവും രാത്രി ഉഗ്രസ്ഫോടനം കേട്ടു. അപ്പോ തൊട്ടടുത്തുള്ള ആൾക്കാരെയല്ല വിളിച്ചത്, കുറച്ച് ദൂരമുള്ള ആൾക്കാരെയാണ് വിളിച്ചത്. അപ്പൊ ഒച്ച കേട്ടു, പെട്ടെന്ന് മനസ്സിലായില്ല എന്നാണ് പറഞ്ഞത്. ശ്രീമതി രതി, ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ ഈ സമീപവാസികളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് പകൽ സമയങ്ങളിൽ ആ വീട്ടിൽ ആളുണ്ടാകാറില്ല, രാത്രിയിൽ മാത്രമേ ആളുണ്ടാകാറുള്ളൂ. രണ്ടുപേരൊക്കെ ബൈക്കിൽ വന്നു പോകുന്നു എന്നതിനപ്പുറം സമീപവാസികൾക്കൊന്നും യാതൊരു വിവരവുമില്ല ആരാണ് ആ വീട്ടിൽ താമസിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ കൂടുതലായി എന്തെങ്കിലും വിവരം ആർക്കെങ്കിലും അറിയാമോ? ഈ തൊട്ട് പ്രദേശത്ത് താമസിക്കുന്ന, അയൽവക്കത്ത് താമസിക്കുന്ന ആർക്കെങ്കിലും? ഇല്ല, തൊട്ട് അയൽവക്കത്തുള്ള ആൾക്കാർക്ക് പോലും അറിയുന്നില്ല. കാരണം അപ്പോൾ ഒരു ദുരൂഹത അവര് സംശയിച്ചിരുന്നോ നേരത്തെ? ഇല്ല, ദുരൂഹതയൊന്നും സംശയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂചന തരൂല. അങ്ങനെ ഒരു ദുരൂഹത സംശയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കും. കാരണം സമീപവാസികളെല്ലാം എന്താ പറയണ്ടേ, സ്വന്തം കുടുംബക്കാർ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അറിയിക്കും അവര്. ഈ എത്ര പേർ മരിച്ചു എന്നോ അല്ലെങ്കിൽ എത്ര പേർക്ക് അപകടത്തിൽ പരിക്ക് സംഭവിച്ചു എന്നതിനെ കുറിച്ചൊരു ധാരണയുണ്ടോ? ഇല്ല, ധാരണയില്ല. കാരണം അങ്ങോട്ട് കയറാനോ ഒന്നും പറ്റുന്നില്ല എന്നാണ് പറയാൻ വേണ്ടി പറ്റിയത്. ഇപ്പം ഡോഗ് സ്ക്വാഡ് അടക്കം അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി പറ്റി. ശരി ശരി, വളരെ നന്ദി ശ്രീമതി രതി. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രതിയാണ് നമ്മളോടൊപ്പം ചേർന്നത്. പ്രാഥമികമായി ലഭിക്കുന്ന ചില വിവരങ്ങൾ, അറിവുകൾ മാത്രമേ പഞ്ചായത്ത് പ്രസിഡന്റിനും നമ്മളോട് പങ്കുവയ്ക്കുവാനുള്ളൂ. സുമേഷ് മൊറാഴയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും കണ്ണപുരത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിലാണ് ഈ സ്ഫോടനം പുലർച്ചെ 2 മണിയോടെ ഉണ്ടായത്. ഈ ബൈക്കിൽ 2 പേർ വന്നു പോകാറുണ്ടായിരുന്നു ആ വീട്ടിൽ എന്നതിനപ്പുറം ആ വീട്ടിൽ ആരാണ് താമസിച്ചിരുന്നത്, എത്ര പേർ ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ച് തൊട്ട അയൽവാസികൾക്ക് പോലും യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. 1 വർഷത്തോളമായി ഇപ്പോൾ ആ വാടക വീട്ടിൽ താമസിച്ചിരുന്ന 2 പേർ എന്നുള്ള ഒരു സംശയം മാത്രമാണ് പ്രദേശവാസികൾക്കുള്ളത്. പക്ഷേ അത് ആരൊക്കെയാണ്, 2 പേർ മാത്രമായിരുന്നോ, ആരാണ് ആ വീട് വാടകയ്ക്ക് എടുത്തത് എന്നതിനെ സംബന്ധിച്ചൊന്നും യാതൊരു വിവരവുമില്ല. പയ്യന്നൂർ സ്വദേശികളാണ് എന്നുള്ളൊരു പ്രാഥമിക വിവരം ഇപ്പോൾ സുമേഷ് മൊറാഴ നമ്മളോട് സംസാരിച്ചപ്പോൾ പങ്കുവെക്കുകയുണ്ടായി. എന്തായാലും അവിടെ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനമെന്നാണ് സംശയിക്കുന്നത്. ശരീരാവശിഷ്ടം ചിന്നി ചിതറി കിടക്കുന്നതായാണ് നാട്ടുകാർ നമ്മളോട് പങ്കുവെച്ച വിവരം. മറ്റു വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഇന്ന് വിശാഖം.
പുന്നമടയെ തീപിടിപ്പിക്കാൻ ജലരാജാക്കന്മാരുടെ ആവേശപ്പോര്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഇന്നാണ്. 71 വള്ളങ്ങൾ മാറ്റുരയ്ക്കുന്ന ജലമാമാങ്കത്തിൽ 21 ചുണ്ടൻ വള്ളങ്ങളാണ് നെഹ്റു ട്രോഫിക്കായി പോരാടുക. ഇരട്ട ഹാട്രിക് കിരീടം ലക്ഷ്യമിട്ട് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് എത്തുമ്പോൾ ജലോത്സവങ്ങളിലെ ചക്രവർത്തിയായ കാരിച്ചാൽ ബോട്ട് ക്ലബിന്റെ വരവ് സ്വന്തം ടീമുമായാണ്. അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ന്യൂസ് 8ന്റെ ടീം ഫുൾ സെറ്റായി നിൽക്കുകയാണ്. ശ്രീജ ശ്യാമുണ്ട്, എൽദോപ്പോൾ പുതുശ്ശേരിയുണ്ട്, ശരണ്യ സ്നേഹജനുണ്ട്, വി വിനോദുണ്ട്. അതാണ് നമ്മുടെ ഒരു ടീം. ഇവരാണ് ആ ടീമിനെ നയിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്കൊപ്പം രാവിലെയിൽ ചേരുന്നത് ശ്രീജ ശ്യാമും എൽദോപ്പോൾ പുതുശ്ശേരിയുമാണ്. അവരിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ് ശ്രീജ, എൽദോ. അവിടെയാണ് ആവേശപ്പോര്, അവിടെയാണ് വിശേഷങ്ങൾ, അവിടെയാണ് വാർത്ത. അപ്പോൾ ഞാൻ ബാറ്റിന് അങ്ങ് കൈമാറുകയാണ്. ബാറ്റിനേറ്റ് വാങ്ങി ഇനി അപ്പൊ ഞങ്ങൾ അങ്ങ് തുഴഞ്ഞോളാം ബാക്കി വള്ളം. എന്തായാലും 71ാമത് നെഹ്റു ട്രോഫി വള്ളം കളിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇന്നലെ രാത്രി ആകാംക്ഷയുടേതായിരുന്നു, ഉദ്വേഗത്തിന്റേതായിരുന്നു. ഇന്ന് പുലരുമ്പോൾ ഇത് പ്രതീക്ഷകളുടെ പുലർച്ചെയാണ് അല്ലെ? വലിയ തോതിൽ. അതായത് ഈ പറയുന്ന പോലെ ഈ പുന്നമടക്കായലിന് ആവേശം തള്ളുമ്പോൾ ഏറ്റവും കൂടുതൽ തള്ളാൻ വേണ്ടി ശ്രീജ ഞാനിവിടെ ഉണ്ടാവും. ചുണ്ടൻ വള്ളങ്ങളെ പരമാവധി പുറത്തുനിന്നുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ, മറ്റ് മീഡിയയിലെ സുഹൃത്തുക്കളൊക്കെ പറയേണ്ടത് തള്ളി മറിച്ചിടരുത്, ആ ബിൽഡിംഗ് ഒന്നും താഴെ വീഴരുത്. പക്ഷേ ഇത് നമ്മുടെ ഒന്നും തള്ളൽ ആവശ്യമില്ലാതെ തന്നെ ഇത് പറന്നു പോകുന്ന ട്രാക്കാണ്. കണ്ടില്ലേ, ഏറ്റവും മനോഹരമായ ഒരു രാവിലെയാണ്. ഈ പുന്നമടയിലെ ട്രാക്ക് 1150 മീറ്റർ വരുന്ന ഈ ട്രാക്കിലാണ് 11 മണി മുതൽ കളിവള്ളങ്ങൾ ഇറങ്ങും. അത് കഴിഞ്ഞാൽ പിന്നെ ചുണ്ടൻ വള്ളങ്ങളുടെ വരവായി, ആ രാജകീയ പ്രൗഢിയിലുള്ള വരവിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. ഉറപ്പായിട്ടും. അതായത് 21 ചുണ്ടൻ വള്ളങ്ങൾ, ഒരുപക്ഷെ ഈ ചെറുപഴങ്ങളുടെ മത്സരമുണ്ട്, ആ ഹീറ്റ്സ് ഒക്കെ. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ കൗതുകം ആ ചുണ്ടൻ വള്ളങ്ങൾ. എന്തുകൊണ്ടാണ് ചുണ്ടൻ വള്ളത്തിൽ ഇത്ര കൗതുകം വരുന്നത്? ഇത്രമാത്രം ആളുകൾ ഒരുമിച്ച് ഒരു മനസ്സോടുകൂടി ഒരേ ആയത്തിൽ ഇങ്ങനെ തുഴഞ്ഞു മുന്നേറുകയാണ്. അപ്പോൾ അതിലുണ്ടാവുന്ന ഒരു കൗതുകം, അതിലുണ്ടാവുന്ന ഒരു ഊർജ്ജം, ആവേശം. അതിലെ ട്രംപറ്റും അയലത്താളൊക്കെ മുഴങ്ങി ഇടിയന്റെ ഇടികൂടെ വന്നിട്ടുണ്ടല്ലോ, പിന്നെ എവിടെ കുലുങ്ങും. സത്യത്തിൽ ഈ നമുക്ക് ചുണ്ടൻ വള്ളം, നമ്മൾ പൊതുവെ ഈ വള്ളംകളി പ്രേക്ഷകർക്ക് തോന്നും ചുണ്ടൻ വള്ളങ്ങളിലാണ് ആവേശകരമായ മത്സരം എന്നൊക്കെ. പക്ഷെ അല്ല, ചെറുവള്ളങ്ങളുടെ കാര്യത്തിലും ഇതേ യുദ്ധ സമാനമായ ഒരു അന്തരീക്ഷമൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇരുട്ടുകുത്തി, വെപ്പ്, അങ്ങനെ പല വിഭാഗങ്ങളിലായിട്ടാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത്. ആകെ 71 വള്ളങ്ങളാണ് ഇന്നിവിടെ ഈ ട്രാക്കിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത്, ചെറുവള്ളങ്ങൾ ഉൾപ്പെടെ. ആ 71 വള്ളങ്ങളുടെ കാര്യത്തിലും ഈ മത്സര ബുദ്ധിയോടെ തന്നെയാണ് അവർ കഴിഞ്ഞ ഒരു വർഷമായി കാത്തിരിക്കുന്നത്. ആ മത്സര ബുദ്ധിയും വാശിയും വീറും മുഴുവൻ പ്രകടിപ്പിക്കാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ. മണിക്കൂറുകൾ. അതായത് ഹീറ്റ്സ് മത്സരങ്ങൾ. ഈ ഹീറ്റ്സിന്റെ കാര്യത്തിൽ പറഞ്ഞാലേ ഏറ്റവും കൂടുതൽ ആവേശത്തോടെ ഇന്ന് ചുണ്ടൻവള്ളത്തിലെ 3ാമത്തെ ഹീറ്റ്സ് ആണ് അല്ലേ? അതെ, ഏതാണ്ട് ഒരു ഫൈനൽ തന്നെയാണ് 3ാമത്തെ ഹീറ്റ്സിൽ പ്രതീക്ഷിക്കുന്നത്. ആ 3ാമത്തെ ഹീറ്റ്സ് കടന്ന് ആരെത്തും? പിന്നെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. മുമ്പ് ഈ ഓരോ മത്സരങ്ങൾക്ക് ഒടുവിൽ ആരാണോ ജയിക്കുന്നത്, സാധാരണ നമ്മൾ ഓട്ട മത്സരത്തിലൊക്കെ കാണുന്ന പോലെ ആരാണോ ഒരു ഹീറ്റ്സിൽ നിന്ന് ആരാണോ ജയിച്ചു കയറുന്നത് അവർ ഫൈനലിലേക്ക് പോകും. അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോ സ്ഥിതി വളരെ വ്യത്യസ്തമാണ്. ടൈമിന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. അപ്പോ ഒരു ഹീറ്റ്സിൽ നിന്ന് തന്നെ ചിലപ്പോൾ 2 വള്ളങ്ങൾ കയറാം, 3 വള്ളങ്ങൾ കയറാം. അങ്ങനെ ഒരു ഹീറ്റ്സ് ആണ് 3ാമത്തെ ഹീറ്റ്സ്. മറക്കരുത്. ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ഹീറ്റ്സിൽ 1ാമത്തെ ഫൈനലിൽ കയറില്ല. ഇല്ല, 1ാമത്തെ ഹീറ്റ്സിൽ 2ാമത്തെ ഹീറ്റ്സിൽ 1-2 സ്ഥാനക്കാരൊന്നും ഫൈനലിലേക്ക് പോകുന്നില്ല. ഏറ്റവും മികച്ച ടൈമുള്ളവർ, അതാണ് ഏറ്റവും മികച്ച ടൈമുള്ള 4 വള്ളങ്ങൾ ഫൈനലിലെത്തും. ഇത്തവണ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് 6 ഹീറ്റ്സ് മത്സരങ്ങൾ. സാധാരണഗതിയിൽ 5 ഹീറ്റ്സ് ഒക്കെയാണ് നടക്കാറുള്ളത്. പക്ഷെ ഇത്തവണ 6 ഹീറ്റ്സ് മത്സരങ്ങൾ, 21 വള്ളങ്ങൾ 6 ഹീറ്റ്സിലായി ഇറങ്ങും. അതിൽ അവസാനത്തെ ഹീറ്റ്സ് ഒക്കെ ആകുമ്പോൾ ആവേശം കുറയുമെന്നൊരു ചെറിയ സംശയമുണ്ട്. കാരണം ആകെ 2 വള്ളങ്ങളേ ഉള്ളൂ. അതിലൊരു പ്രശ്നം എന്താണെന്നറിയോ? ഈ 2 വള്ളങ്ങൾ മത്സരിക്കുമ്പോ മത്സരത്തിന്റെ ഒരു വീര്യം, നീ വെള്ളത്തിൽ ചാടും പ്ലീസ്. എനിക്ക് മാത്രമേ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് മാത്രമേ നീന്തൽ അറിയുള്ളൂ. ഇവരാരെങ്കിലും വീണാൽ ഞാൻ വരും. അതുകൊണ്ട് പിന്നെന്താ, ഈ ലൈവ് കഴിഞ്ഞിട്ട് മതിയാവോ എന്തോ. ശരി, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഹീറ്റ്സിൽ വള്ളങ്ങളുടെ എണ്ണം കൂടുമ്പോൾ അതിൽ ഏറ്റവും മികച്ച ടീം എത്തുമ്പോഴാണ് അവരെല്ലാവരും ഏറ്റവും മികച്ച ടൈം പുറത്തെടുക്കുന്നത്. ഇപ്പൊ ഏറ്റവും വലിയ പോരാട്ട വീര്യം കാണിക്കാത്തവരാണ് വരുന്നതെങ്കിൽ അവർക്ക് ആവേശം വരുന്ന മറ്റേ വള്ളം വരുമ്പോഴാണ് ഇവർക്ക് ആവേശം കൂടുന്നത്. അപ്പൊ ആ ആവേശം കൂടണമെങ്കിൽ വാശിയേറിയ ഹീറ്റ്സ് നടക്കണം. വാശിയേറിയ ഹീറ്റ്സിൽ ഏറ്റവും മികച്ച സമയം കുറിക്കുന്നവരാണ് ഫൈനലിലേക്ക് എത്തുന്നത്. ഫൈനൽ എന്ന് പറയുമ്പോൾ ഒരു 5 മണിയൊക്കെ ആവും. എൽദോയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അല്ലെ എൽദോ? നേരിട്ട് ഉറപ്പായിട്ടും സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് കമന്ററി പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് നേരിട്ട് ജലോത്സവത്തിന്റെ ഈ നെഹ്റു ട്രോഫിയുടെ ഭാഗമാണ് ആദ്യമായിട്ടാണ്. ഇനിയപ്പോൾ നമ്മോടൊപ്പം തന്നെ ഇനി ശരണ്യ സ്നേഹജനും വി വിനോദ് ചേരുന്നുണ്ട്. ശരണ്യ പോയിരിക്കും നേരെ അവിടെ ചമ്പക്കുളത്തേക്കാണ്. അതാണ് ഇന്നത്തെ രാവിലെയുടെ പ്രത്യേകത. അതാണ് ഇന്നലെ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത് പല ക്യാമ്പുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. എൽദോ കാരിച്ചാലിൽ പോയി, ഞങ്ങൾ നടുഭാഗത്ത് പോയി, നമ്മള് പിന്നെ ഇവിടെ യു ബി സി
ക്യാമ്പ് പോയി, പല പല വള്ളത്തുരുത്തി പോയി. വള്ളാത്തുരുത്തി PBCയുടെ പോയി, അങ്ങനെ പല ക്യാമ്പുകളിൽ പോയിരുന്നു. ഈ ക്യാമ്പുകളിൽ വാശിയും വീറും നിറഞ്ഞ ട്രയലൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് 1 മാസത്തെ ട്രയലൊക്കെ കഴിഞ്ഞ് അവർ റെസ്റ്റ് ചെയ്യുന്ന ദിവസമായിരുന്നു ഇന്നലെ. ഒരു 2 ദിവസം മുന്നേ തന്നെ അവരുടെ വള്ളങ്ങളൊക്കെ കരക്കി കയറ്റി. റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടല്ലോ ഒരു തരത്തിൽ ഇപ്പൊ നമ്മളൊരു ലൈവിന് ഡഫ് എടുക്കാൻ വേണ്ടി അവിടെ പ്ലേയേഴ്സിനെ വിളിക്കുമ്പോൾ അപ്പോൾ പോലും അവർ പറയുന്നുണ്ട് അതേ നേരം വെയിലത്ത് നിർത്തരുതോ, അതേ നേരം വെയിലത്ത് നിർത്തരുത്, പിള്ളേരെ റിലാക്സ് ആക്കണേ. അങ്ങനെ വളരെ ഭയങ്കര ഞങ്ങൾ പോയപ്പോ നടുഭാഗത്തിന്റെ ക്യാമ്പില് കസേര കളിയാണ് നടക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇത് വള്ളം കളിയാണോ കസേര കളിയാണോ? അപ്പൊ എന്താ വെച്ചാൽ ഇന്നലത്തെ ദിവസം അവര് ഭയങ്കര റിലാക്സ് ആയി സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇറങ്ങി. ഇന്നത്തെ പുലർച്ചെ എന്ന് പറയുന്നത് അവർക്ക് വളരെ ഭക്തിയുടെ പ്രാർത്ഥനയുടെ ഒരു പുലർച്ചെയാണ്. കാരണം എല്ലാ വള്ളങ്ങളും കരക്കി കയറ്റി ഇരിക്കുകയായിരിക്കും. ആ വള്ളങ്ങളെല്ലാം ഇന്ന് രാവിലെ തൊട്ട് ഓരോരുത്തരായി തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇറക്കും. അതിൽ പല സ്ഥലങ്ങളായി നമ്മുടെ ആളുകളൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം ശരണ്യയിലേക്ക് പോകുന്നത്. ശരണ്യുള്ളത് നടുഭാഗം ചുണ്ടന്റെ നീറ്റിലേക്ക് ഇറക്കുന്ന ആ ചടങ്ങിനൊപ്പം ചടങ്ങ് തന്നെ പറയാം അല്ലേ? അതെ ചടങ്ങാണ്. അതൊരു ആചാരപരമായ ഭക്തി നിർഭരമായ ചടങ്ങാണ്. അതെ ശരണ്യ, അപ്പോ ചമ്പക്കുളത്താ ഉള്ളത്. ശരണ്യ, അവിടെ എന്തായി? ഇറക്കുവാണോ നമ്മുടെ നടുഭാഗം ചുണ്ടനെ നീറ്റിലേക്ക് ഇറക്കുവാണോ? ഇവിടെ ആവേശത്തോടെ ഒരാൾ നോക്കിയിരിക്കുന്നുണ്ട്. ഇത് അവസാനം എനിക്ക് ചീത്തപ്പേരാവും കേട്ടോ. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി നടുഭാഗം ഇപ്പോൾ നീറ്റിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. നമുക്കറിയാം അവർ ആഴ്ചകൾ നീണ്ടുനിന്ന പരിശീലനത്തിനൊടുവിൽ സുഖചികിത്സയ്ക്ക് എന്ന പോലെ വള്ളപ്പുരയിലേക്ക് കയറിയ നടുഭാഗമാണ് ഇന്ന് നീറ്റിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. എല്ലാ തയ്യാറെടുപ്പോടും കൂടി ഭക്തി നിർഭരമായൊരു അന്തരീക്ഷത്തിൽ ആണ് അത് ഇപ്പോൾ നമുക്കറിയാം ആ പുന്നമടയിൽ നെട്ടയത്തിലേക്ക് എത്താൻ പോകുന്നത് എന്നുള്ളതാണ്. വലിയ പ്രതീക്ഷ നടുഭാഗത്തിനുണ്ട്. അതുപോലെ തന്നെ ഓരോ വള്ളങ്ങൾക്കുമുണ്ട്. ഇന്ന് എല്ലാവരും 21 ചുണ്ടന്മാരും ഒപ്പം തന്നെ അവിടെ എത്തുന്ന ഇരുട്ടുകുത്തി, വെപ്പ് അടക്കമുള്ള ചെറുവള്ളങ്ങളും ഉൾപ്പെടെ എല്ലാവരും ഇന്ന് പുന്നമടയുടെ ഹീറോ അവരാണ്. അവർ ഓരോ വള്ളങ്ങളുമാണ്. അത്തരത്തിൽ 71 കളിവള്ളങ്ങൾ ഉൾപ്പെടെ ഇന്ന് വരുന്നു എന്നുള്ളതാണ്. 21 വള്ളങ്ങൾ, 21ാമത് നെഹ്റു ട്രോഫിയിൽ 71 വള്ളങ്ങളാണ് ഇന്ന് പുന്നമടയുടെ ആ ഓളങ്ങളെ തൊടുന്നത് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് നടുഭാഗത്തിന്റെ ആ ഒരു വള്ളപ്പുരയാണ്. അവസാന വട്ട മിനുക്കുപണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഇറങ്ങിയാൽ മതി ആ ഒരു ഓളപ്പരപ്പിന്റെ തീവാറുന്ന ആ ഒരു പോരാട്ടത്തിലേക്ക് തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി അവർ ഇറങ്ങാനായി തയ്യാറായി നിൽക്കുകയാണ്. എന്താവും? ജയിക്കും 100% ഉറപ്പ്. വലിയ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ കുറേ ദിവസങ്ങളായിട്ടുള്ള പരിശീലനത്തിലാണ്. ഇതിനകത്ത് എന്താണ് റോൾ? എന്താണ്? അമരം. വലിയ ഹീറോസ് ആണ് ഈ നിൽക്കുന്നത്. ഞാൻ വന്നപ്പോഴേ കണ്ടു അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. ഇത്രയും വെയിറ്റുള്ള ആ പങ്കായം നിങ്ങളോട് ആരാധനയാണ് തോന്നുന്നത്. എത്ര പേരുണ്ട്? 5 പേര്. അവർ 5 പേര് വളരെ ഗൗരവത്തോടു കൂടി ഓരോ കാര്യങ്ങൾ. എന്താ പേരെന്താ ചേട്ടൻ്റെ? സന്തോഷ്. അപ്പോൾ എത്രാമത്തെ ഇതായാണ് വരുന്നത്? ഞാൻ 4ാം പങ്കായം. 4ാമതായി. 1ാം പങ്കായം ആരാണ്? സുരേഷ് ചേട്ടൻ. ആണോ? സുരേഷ് ചേട്ടനെ നമ്മളൊന്ന് കണ്ടിട്ട് വരാം. കാരണം എൽദോയ്ക്കും ശ്രീജയ്ക്കും പിന്നെ പറയണ്ട. എൽദോ നീ അറിയണം, ഇത് ഒരു ചില്ലറ പണിയൊന്നും അല്ല. ഇത്രയും വലിയ തുഴ, നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ട പോലത്തെ വലിയ തുഴ. 1ാം പങ്കായമാണ്. സുരേഷ് ചേട്ടാ ഇനി വന്നേ, കാണിക്കട്ടെ ഞങ്ങൾ നടുഭാഗത്തിന്റെ 1ാം പങ്കായം. ടെൻഷൻ വല്ലതും ഉണ്ടോ? ഒരു ടെൻഷനില്ല. ടെൻഷനില്ല. എത്ര കാലമായിട്ടുണ്ട് ഇതിനകത്ത്? വള്ളംകളിയിൽ ഒരു 37 വർഷത്തോളമായിട്ട് കപ്പടിച്ച പങ്കായങ്ങളൊക്കെ എന്തിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്. പങ്കായത്തിൽ നിന്ന് കപ്പടിച്ചിട്ടില്ല. ഇരുന്ന് 4 ഫോർട്രിക്ക് അടിച്ചിട്ടുണ്ട്. കുമരകം ടൗണിന്റെ കൂടെ അന്ന് തുഴച്ചിക്കാരനായിട്ട്. ഇത്തവണ ഇപ്പോൾ നമ്മളൊരു പുന്നമട എങ്ങനെയാണ് നടുഭാഗവും പുന്നമടയും ഉള്ള ഒരു തയ്യാറെടുപ്പ്? നടുഭാഗം ഒരു വ്യക്തമായ ഒരു ജയം ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. അതിനുള്ള ടീമുമുണ്ട്, അതിനുള്ള കോച്ചുമാരുണ്ട്. പിന്നെ ഇതിനും പോകുന്നൊരു വള്ളം ഞങ്ങളുടെ കയ്യിലുണ്ട്. നടുഭാഗം വള്ളം എന്ന് പറഞ്ഞാൽ ചരിത്ര പ്രാധാന്യമുള്ള അല്ലെ? നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ കാല് പതിഞ്ഞ വള്ളമാണ്. പിന്നെ ട്രോഫി എന്നുള്ള പേരിലേക്ക് കൊണ്ടുവന്ന വള്ളമാണ്. പിന്നെ വള്ളത്തിന് അതിൻ്റെതായ ഒരു മേന്മയുള്ള വള്ളമാണ്. അതിന്റെ ഒരു ആത്മധൈര്യം ഞങ്ങൾക്ക് 100% ഉണ്ട്. ഛത്രപതി ആ പേര് ഏറ്റവും യോജിച്ചൊരു വള്ളമാണ്. പിന്നെ ഞങ്ങളുടെ തുഴച്ചിക്കാർ ഏറ്റവും പവർഫുള്ളായ തുഴച്ചിക്കാരാണ്. അതിൻ്റെയാണ് ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം. 100% ഞങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എത്ര നാൾ പരിശീലനം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? ഏതാണ്ട് 35ഓളം ദിവസത്തെ പരിശീലനം ഉണ്ടായിരുന്നു. മൊത്തം എത്ര പേരുണ്ട് വള്ളത്തില്? മൊത്തം 82 തുഴച്ചിക്കാരുണ്ട്, 5 അമരമുണ്ട്, 9 നിലക്കാരുണ്ട്. ഇത്ര ആൾക്കാരുണ്ട്. ഇനിയിപ്പോ മഴയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ നിങ്ങളെ അനുകൂലമാണോ പ്രതികൂലമാണോ? എന്താ സ്വാഭാവികമായിട്ട് പ്രതികൂലമാണ്. പിന്നെ എല്ലാവരും അത് ബാധിക്കുന്ന കുഴപ്പമില്ല, ഒരാൾ മാത്രമല്ലല്ലോ ബാധിക്കുന്നത്. വെള്ളത്തിന്റെ ഒഴുക്കാണോ? എന്താണ്? കാറ്റ് ഒരു മുഖ്യമായ ഒരു ഘടകമായിരിക്കും. കാര്യം
നമ്മൾ തുഴയുന്ന സ്ഥലത്ത് കാറ്റടിക്കുമ്പോൾ വള്ളത്തിൻ്റെ ദിശ മാറാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഒഴുക്കിൻ്റെ ഒരു വ്യത്യാസം വരും. തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ടല്ലേ? എന്നാലും കുഴപ്പമില്ല, നല്ലൊരു കാലാവസ്ഥയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാം മൂളിയിരിക്കുന്നത് ഈശ്വരൻ്റെയിലാണ് നമ്മുടെ ബാക്കിയുള്ള ദിവസങ്ങൾ. ഇന്നത്തെ ദിവസം 6 ഈശ്വരൻ നിയോഗിച്ചിട്ടുണ്ട്. അത് ഞങ്ങളിലാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തികഞ്ഞ അച്ചടക്കത്തോടുകൂടി ഞങ്ങൾ ഈ മത്സരത്തിൽ നടക്കുന്നു. എല്ലാവരെയും പരസ്പരം ബഹുമാനിച്ച് നമ്മൾ അത് തന്നെ, എല്ലാവരെയും ഞങ്ങൾ ബഹുമാനത്തുണ്ട്. ഞങ്ങൾ ആരെയും ഒരു കൊച്ചു കാണുന്നില്ല. എതിരാളി ഇപ്പം ഞങ്ങളുടെ കൂടെ കളിക്കുന്ന നിരണമാണ്, ഹീറ്റ്സ് കളിക്കുന്ന നിരണമാണെങ്കിലും അവൻ്റെ കൂടെ കളിക്കണമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അവനോട് മത്സരിച്ച് അവനോട് ജയിക്കുവാണെങ്കിൽ ഞങ്ങളുടെ തുഴച്ചിക്കാർക്ക് ഒരു ആത്മവിശ്വാസമാവും. എങ്ങനെയായാലും ഞങ്ങൾ ഫൈനലുണ്ടാവും. അതിൽ 4 വള്ളത്തിൽ ഒരാൾ നടുഭാഗം വള്ളമായിരിക്കും. കപ്പ് തരുന്നത് നമുക്ക് അന്നത്തെ ആ സമയത്ത് ഒരു ഇതായിരിക്കും. ഒരു കഠിനാധ്വാനത്തിനൊപ്പം തന്നെ ഒരു ഭാഗ്യവും കാലാവസ്ഥ വേണം, ഭാഗ്യം വേണം, ദൈവത്തിന്റെ ഒരു ഇത് വേണം. അതിന് നമ്മുടെ അച്ചടക്കം വേണം. അച്ചടക്കം ഉണ്ടെങ്കിൽ ദൈവം ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ്. എത്ര മണിയോടെ എത്തും? ഞങ്ങളൊരു 12 മണിയോടുകൂടെ പുന്നോടെ എത്തും. ഒരു ഫുൾ ടീം അവിടെ ക്യാമ്പിലൊക്കെ എല്ലാവരും ഓക്കെ ആയി? ക്യാമ്പിലൊക്കെ ഓക്കെ ആയി. ഇപ്പോൾ വള്ളം ഇറക്കാനായിട്ട് ഞങ്ങളുടെ തുഴച്ചിക്കാരെല്ലാം. ഒരു കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു ഇന്ന്? പ്രത്യേകിച്ച് അവർക്ക് റിലാക്സേഷന് വേണ്ടി ഞങ്ങൾ സാധാരണ വെളുപ്പിനാണ് എല്ലാ വെള്ളം മിക്കവാറും ഇറങ്ങുന്നത്. ഇന്നൊരു 7 മണി കാലാവസ്ഥ ഇങ്ങനെ മഴയായത് കാരണം 7 മണി കഴിഞ്ഞ് വെള്ളം ഇറക്കി. ഇപ്പൊ ഇറക്കിയാൽ മഴയാണെങ്കിൽ ആ സമയം വരെ വൈകുന്നേരം 5 മണി 6 മണി വരെ തുഴച്ചിക്കാർ മഴ തന്നെയുണ്ട്. അപ്പൊ ആ ഈർപ്പ് അടിക്കുമ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായിട്ടൊരു പ്രശ്നം ഉണ്ടാവും. ഇത്തവണ 21 വള്ളങ്ങളാണ്. 21 വള്ളങ്ങളിലോളം 2000 ചില്ലുവാനും കായിതാരങ്ങളുണ്ട്. ഇത്രയും വലിയൊരു ഇവന്റ് പുന്നമടയ്ക്ക് ആർക്കും ലോകത്തിന് നൽകാൻ കഴിയില്ല. പോലും ഇത്രയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ചുണ്ടങ്ങളിൽ മാത്രം 2000 മുകളിലുണ്ട്. പിന്നെ കൊച്ചുവള്ളങ്ങളുണ്ട്. 79-78 വള്ളങ്ങളുണ്ട്. ഇതിലെല്ലാം കൂടി ഏകദേശം ഒരു 5000 മേളിൽ കായിതാരങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നുന്നു നമ്മള് സാധാരണഗതിയിൽ ഇത്രയും വള്ളങ്ങൾ ഇല്ലെങ്കിലും ഒരു 6:30 ആവും തീരുമ്പോൾ. ഇച്ചിരി നീണ്ടു പോകുമായിരിക്കും അല്ലേ? ഇല്ല, ഇത് സമയക്രമത്തിന്റെ സ്റ്റിൽ സ്റ്റാർട്ട് ആയത് കാരണം പെട്ടെന്ന് തന്നെ നടക്കാൻ സാധ്യതയാണ്. കൃത്യമായിട്ട് കഴിഞ്ഞ തവണയൊക്കെ സ്റ്റാർട്ടിംഗ് പ്രശ്നമായിരുന്നല്ലോ, എല്ലാവരും ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ഇത്തവണ ഉണ്ടായതാണ്, ഞങ്ങൾ അനുഭവിച്ചതാണ്. ഇത്തവണ അതുണ്ടാവുകയല്ലെന്ന് നിങ്ങളായിരുന്നു വലിയൊരു പരാതി. TVCയിൽ അന്ന് ഞാൻ ഒന്നാമരാണ്, ഈ വള്ളത്തിൽ തന്നെയായിരുന്നു ഒന്നാമരാവുന്നത്. അപ്പൊ ഞങ്ങൾ അനുഭവിച്ചതാണ്. തുടപ്പൊക്കെ പിടിച്ചിട്ടും സ്റ്റാർട്ടർമാര് സ്റ്റാർട്ട് അടിച്ചു. ഒന്ന് ഞങ്ങളൊന്ന് ഒതുങ്ങി കൊടുത്തോട്ടെ. അവരൊന്ന് അവരാ ക്രമീകരണങ്ങൾക്കിടയിൽ നമ്മൾ തടസ്സപ്പെടുത്താൻ പാടില്ല. അപ്പോൾ ഇത്തവണത്തെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരിക്കുമെന്നാണ്, കാരണം കുറ്റമറ്റതാണെന്നാണ് നെഹ്റു സൊസൈറ്റി പറയുന്നത്. പിന്നെ നേരത്തെ ഇരുന്ന ഋഷികേശ് എന്ന ഒരു സ്റ്റാർട്ടറാണ് ഇത്തവണ സ്റ്റാർട്ടിംഗ് സംവിധാനമായിട്ട് വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം കുഴപ്പമില്ല, സ്റ്റാർട്ടിംഗ് സംവിധാനം നടക്കുന്നതാണ്. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സംഭവിക്കാതിരിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം എന്താ ഹൃദയമിടിപ്പായിരുന്നു ഫൈനലിൽ. 4ാമത്തെ തുഴയ്ക്കാണ് ഞങ്ങളുടെ വള്ളം ഒന്ന് ഇതിലേക്ക് പോകുന്നത്, ഫോമിലേക്ക് പോകുന്നത്. അതിൻ്റെ തോൽവി ഞങ്ങൾക്കുണ്ടായി. അല്ലെങ്കിൽ സുനിശ്ചിതമായിട്ട് ഈ വള്ളം തന്നെ കപ്പടിക്കേണ്ടതായിരുന്നു. കഴിഞ്ഞ തവണ ഏറ്റവും പ്രതീക്ഷയോടെ കരുതിയ വെള്ളമാണ്. അത് തന്നെ, കഴിഞ്ഞ പ്രാവശ്യം നടുഭാഗം വെള്ളം കപ്പടിക്കേണ്ടതായിരുന്നു. അത് നഷ്ടപ്പെട്ടതിന് ഇത്തവണ തിരിച്ചു കിട്ടുമെന്നൊരു ആത്മവിശ്വാസമുണ്ട്. ദൈവം അങ്ങനെ അനുവദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതായത് ഏകദേശം 66 വർഷങ്ങൾക്കോളം കാത്തിരുന്നതിന് ശേഷം 2019 കിട്ടി. അതിനുശേഷം ഇപ്പം വലിയ പ്രതീക്ഷയിലേക്ക് പോയി. വലിയ പ്രതീക്ഷയിലായിരുന്നു. കഴിഞ്ഞ 2-3 വർഷമായിട്ട് നടുഭാഗം വെള്ളം ഫൈനലിൽ തന്നെയുണ്ട്. അത് ഇത്തവണ എല്ലാ അധ്വാനത്തിനും ഫലം ഉണ്ടാവട്ടെ. 100% വിശ്വാസമുണ്ട്. ഫൈനലുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് 100% വിശ്വാസമുണ്ട്. ബാക്കി ദൈവം കനിയട്ടെ എന്ന് പ്രാർത്ഥിക്കും. അതാണ് അവര് വലിയ ഈ പറഞ്ഞ പോലെ വള്ളംകളി എന്ന് പറയുമ്പോൾ കാലാവസ്ഥയും ഭാഗ്യവും ഒപ്പം കഠിനാധ്വാനവും അതാണ് അതിൻ്റെ ഒരു റിസൾട്ട് നിർണ്ണയിക്കുക എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ കണ്ണടച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫൈനലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കണ്ണിന് പോലും വിശ്വസിക്കാൻ പറ്റില്ല. ആരാണ് ജയിച്ചതെന്ന് നമ്മൾ ഗ്യാലറിയിൽ ഇരുന്ന് കാണുന്നവർക്കോ അല്ലെങ്കിൽ ആ ഡിസ്പ്ലേ കാണുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത അത്ര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തവണ അതിഗംഭീരമായൊരു ഫൈനൽ തന്നെയായിരിക്കും. നടുഭാഗവും ആ പ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത്. അവർ ആ ഫൈനലിലേക്ക് തങ്ങൾ കടക്കും. ഫൈനൽ എന്ന് പറയുന്നത് പിന്നീട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചേർന്ന ഒരു പോരാട്ടം തന്നെയാണ്. ആ പോരാട്ടത്തിലേക്ക് അവർ എത്തുമെന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നത്. എന്തായാലും എല്ലാവിധ ആശംസകളും നമ്മൾ ആ ടീമിന് നൽകുകയാണ്. ചരിത്ര പ്രാധാന്യമുള്ള വള്ളമാണ്. നമുക്കറിയാം, ചമ്പക്കുളത്തുകാരുടെ വള്ളത്തിൽ, അവരുടെ കരയുടെ വള്ളത്തിൽ തുഴഞ്ഞ് അവിടെ നിന്ന് അപമാനിതരായി പോയി ഇറങ്ങി വന്ന നടുഭാഗം ചുണ്ടൻകാരാണ്. ഒപ്പം തന്നെ വെമ്പാലയിൽ നിന്നും ഒരു കളിവെള്ളം കൊണ്ടുവന്നുകൊണ്ട് ആ കളിവെള്ളം അവരുടെ ചുണ്ടനായി വെച്ച് അവരുടെ ആദ്യ നെഹ്റു ട്രോഫിയിൽ കപ്പണിഞ്ഞ, നെഹ്റു ആവേശം കൊണ്ട് ചാടി ഇറങ്ങിയ വള്ളമാണ്. അത്രമേൽ ആവേശം ആ വള്ളത്തിന് ആ ഒരു ഓളപ്പരപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ ചരിത്രം കുറിച്ച ആ ഒരു വെള്ളിക്കപ്പിലേക്ക് കൊണ്ടുവന്ന വള്ളമാണ്. ഇപ്പോൾ ഇത് ഇവർ പുതുക്കി പണിത പുത്തൻ ചുണ്ടനാണ് എങ്കിൽ പോലും ആ ഒരു ചരിത്രം ഒരിക്കലും മാറുന്നില്ല. 2019 ഒപ്പം തന്നെ
നമുക്കറിയാം ആദ്യ നെഹ്റു ട്രോഫിയിലുമൊക്കെ കപ്പടിച്ച ചുണ്ടനാണ്. ഇപ്പോഴും അവരുടെ ഒരു അങ്ങേയറ്റം അവര് സ്നേഹത്തോടു കൂടി വാത്സല്യത്തോടു കൂടി ഒപ്പം തന്നെ അവർ ബഹുമാനത്തോടു കൂടി കാണുന്ന ചുണ്ടൻ വള്ളമാണ്. ആ പ്രതീക്ഷയോടുകൂടി അവരും കാത്തിരിക്കുകയാണ്. എന്തായാലും ഇനി അവശേഷിക്കുന്നത് മണിക്കൂറുകൾ മാത്രമാണ്. ആ മണിക്കൂറുകൾക്കുള്ളിൽ ഏറ്റവും ആവേശകരമായ കാഴ്ച നമുക്ക് പുന്നമടയിൽ നിന്നും കുട്ടനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൽകാനാകും. എൽദോ ശ്രീജ. റൈറ്റ്, ശരണ്യ സ്നേഹജൻ, ശരണ്യ നടുഭാഗത്തുള്ള ആവേശമായിട്ട് ചേർന്നാണ്. അപ്പോ എനിക്കൊന്ന് 7:25 അല്ല 7:30 ആണല്ലേ സമയം? എന്നാ ഉടനെ തന്നെ വീട്ടിലേക്ക് സൺഗ്ലാസ് ഒക്കെ വെച്ച് നിപ്പുണ്ടെന്നേ ഉള്ളൂ, ഇതൊന്നും കാണുന്നൊന്നുമില്ല. അപ്പോ ഇനി അടുത്തത് നമുക്ക് പോകേണ്ടത് UBC കൈനകരി. UBC കൈനകരി കൈനകരി ഇന്ന് 2 ടീമാണ് ഇത്തവണ വരുന്നത്. ആ 2 ടീമുകളും കഴിഞ്ഞ തവണ തുഴഞ്ഞ അതേ വള്ളവുമായിട്ടാണ് വരുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. സാധാരണ ഓരോ സീസണിലും ഇവര് വള്ളങ്ങളൊക്കെ മാറി മാറി പരീക്ഷിക്കാറുണ്ട്. പക്ഷേ UBCയും VBC വില്ലേജ് ബോട്ട് ക്ലബും യുണൈറ്റഡ് ബോട്ട് ക്ലബും രണ്ടും അക്കരെ ഇക്കരെയാണ്. അവർ രണ്ടുപേരും അതേ ടീമുമായി കഴിഞ്ഞ തവണ മത്സരിച്ച അതേ വള്ളവുമായി എത്തുമ്പോ ആവേശം അവരെ സംബന്ധിച്ച് കൈനകരിക്കാരെ സംബന്ധിച്ച് അതൊരു വികാരപരമായ നിമിഷമാണ്. ആര് ജയിച്ചാലും അവർക്ക് സന്തോഷമാണ്. പക്ഷേ UBC നമുക്കറിയാവുന്ന പോലെ ചരിത്രം എത്ര തവണ കുറിച്ചിരിക്കുന്നു. VBC കമ്പാരിറ്റീവ്ലി പുതിയ ടീമാണ്. പക്ഷെ എങ്കിൽ പോലും അവർ കഴിഞ്ഞ സെക്കൻഡ് എത്തി. മില്ലി സെക്കൻഡ് രണ്ടാമതായി പോയത് അവരാണ്. തീർച്ചയായിട്ടും വിയപുരത്തിലാണ് അവർ വരുന്നത്. കഴിഞ്ഞ സങ്കടം ഉണ്ടല്ലോ, അതൊന്നും തീരാത്ത സങ്കടമാണ്. നമ്മുടെ സുഹൃത്തിന്റെ നമ്മുടെ മാധ്യമ മേഖലയിൽ തന്നെ സുഹൃത്താണ് അവൻ. അതിൽ തുഴയുന്ന ആളാണ്. അപ്പൊ അവൻ ചങ്ക് പറിച്ച് തുഴയും. അപ്പൊ അവൻ എന്നോട് ഞാൻ സംസാരിച്ച് പറയാണ്, നീ നോക്കിക്കോ ഇത്തവണ വിട്ടുകൊടുക്കില്ല, ഞങ്ങൾ അടിക്കും. ഭയങ്കര കണ്ണീര് നിറഞ്ഞ നിമിഷമായിരുന്നു. അന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്തില്ല. കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്യാതെ ഞാൻ ഇവിടെ ഈ ഗാലറിയിൽ ഇരുന്ന ആവേശം മുഴുവൻ അതേപടി ഏറ്റുവാങ്ങിയായിരുന്നു. അന്ന് 0.004 സെക്കൻഡ് എന്ന് പറയുന്ന മൈക്രോ സെക്കൻഡ്സിന് വിയപുരവും അവരുടെ ആ വള്ളവും രണ്ടാമതായി പോയപ്പോ അവരുടെ ഹൃദയം പൊട്ടുന്നത്, അവരുടെ ആരാധകരുടെ ഹൃദയം കോമ്പിനേഷൻ വല്ലാത്ത കോമ്പിനേഷൻ. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബും കാരിച്ചാൽ ചുണ്ടനും അതൊരു വല്ലാത്ത കോമ്പിനേഷൻ, ഭയങ്കര കോമ്പിനേഷൻ ആയിരുന്നു. കാരണം കാരിച്ചാലും PBC, കാരിച്ചാൽ വള്ളങ്ങളിലെ മോഹൻലാൽ, PBC ടീമുകളിലെ മമ്മൂട്ടി, അങ്ങനെ അത്ര ഗംഭീരമായ ഒരു ടീമുമായി അവരെത്തി. പക്ഷേ VBCയും വിയപുരവും അന്ന് ഒരു കറുത്ത കുതിരയാവുകയായിരുന്നു ചെയ്തത്. വിയപുരം അടിപൊളി ചുണ്ടനാണ്, പുതിയ ചുണ്ടനാണ്. ചരിത്രം കുറിച്ചിട്ടുള്ള ഈ വന്ന വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ചരിത്രത്തിൽ ഇടം നേടാൻ പറ്റിയ എപ്പോ വേണമെങ്കിലും ഈ വിയപുരത്തിന്റെ പ്രത്യേകത ഞാൻ റിപ്പോർട്ട് ചെയ്ത സീസൺ തൊട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്താണ്, ഏത് നിമിഷം വേണമെങ്കിലും ഒന്നാമതെത്താൻ കപ്പാസിറ്റി ഉള്ള വള്ളം, അത്ര ഗംഭീര വള്ളം. അപ്പോ വിയപുരവും VBCയും ഒപ്പം UBCയും ഒക്കെ അവിടെ റെഡിയാണ്. തലവടി ചുണ്ടലിലാണ് UBC എത്തുന്നത്. തലവടിയും ഈ പറയുന്ന പോലെ കുട്ടനാട്ടുകാരുടെ ഹൃദയ വികാരം ഏറ്റുവാങ്ങുന്ന പുതിയ ചുണ്ടനാണ്. താരതമ്യേന 2-3 വർഷമേ ആയിട്ടുള്ളൂ നീറ്റിൽ ഇറങ്ങിയിട്ട്. ചെറിയ ചുണ്ടനാണ്, അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. തലവടിയാണ് ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ ചുണ്ടൻ. അപ്പോൾ തലവടി ചുണ്ടനും UBCയും VBCയും വിയപുരവും കൂടിയുള്ള ആ ഡയർ കോമ്പിനേഷനുമായി കൈനകരിക്കാർ ഇങ്ങോട്ട് എത്തുമ്പോ നമ്മൾ കൈനകരിയിലേക്ക് പോകണം. നമ്മുടെ ആവേശ കമ്മിറ്റി ഉണ്ട്. വിനോദ് പറന്നിറങ്ങിയോ കൈനകരിയിലേക്ക്? മോർണിംഗ് കൈനകരിയുണ്ട്, ആഘോഷമാണോ രാവിലെ? നീറ്റിലിറങ്ങിയിരിക്കുന്നു. UBC കൈനകരി പുഴയുന്ന ചുണ്ടൻ വള്ളം ഇതാ നീറ്റിലിറങ്ങിയിരിക്കുകയാണ്. നമുക്ക് തലവടി ചുണ്ടൻ ആ ഒരു ആവേശം തന്നെയാണ്. നമുക്ക് ഒരു പക്ഷേ ശ്രീജ നമുക്ക് ഈ 2 ദിവസങ്ങളായി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആർപ്പിട്ടു. അവരങ്ങ് ഇറങ്ങുകയാണ് രാജകീയമായിട്ട്. വിനോദേ കണ്ടിന്യൂ.
എങ്ങനെയാണ് കപ്പടിക്കും? തീർച്ചയായിട്ടും നെഹ്റു ട്രോഫി കപ്പ് UBC കൈനഗരി കരയിൽ കൊണ്ടുവരും. 12 തവണയാണ് കപ്പടിച്ചിട്ടുള്ളത്. 12 തവണ കപ്പ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം നെഹ്റു ട്രോഫിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് UBC ആണ്. അതിന്റെ ആ ഒരു ആവർത്തനം ഇത്തവണ ഉണ്ടായിരിക്കുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. സംശയം വേണ്ട ശ്രീജ, അങ്ങനെ തന്നെയാണ്. തലവടി ചുണ്ടനാണ് UBC കൈനഗരി തുഴയുന്നത്. അതിന്റെ കരുത്തരായ പോരാളികളാണ് നമുക്കൊപ്പം ഇപ്പോൾ ഉള്ളത്. അവർ 12 തവണ കപ്പടിച്ചിട്ടുള്ള തുഴച്ചിൽ ടീമാണ്. അവര് ഇപ്പോഴും കപ്പടിക്കുമെന്ന വലിയ ആത്മവിശ്വാസം പുലർത്തുകയാണ്. ഏതായിരുന്നാലും ശ്രീജ പാടിയതുപോലെയല്ല, അത് കുറെയൊക്കെ മാറ്റമുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ശരിയായിട്ടുള്ള ഒരു പാട്ട് കേട്ടത്. ശ്രീജ ഇന്നലെ പാടിയത് ഞാൻ അതൊന്നും കുറച്ചുകൂടെ വൃത്തിയായിട്ടും കൃത്യമായിട്ടും കേൾക്കാൻ പറ്റി. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. പക്ഷെ നമുക്ക് ശ്രീജ വലിയ ആവേശമായിരുന്നു. കാരണം ഒരുപക്ഷെ ഈ മകളും മരുമകളും ശരണ്യ മകള് അതായത് ഈ മകളും മരുമകളുമായുണ്ടല്ലോ, ശ്രീജ ഈ നാടിന്റെ മരുമകളും ശരണ്യ മകളുമാണ്. എൽദോ നമ്മളാണ് പുറത്തു നിന്നുള്ളത്. പക്ഷേ അഹങ്കാരം ഉണ്ടായിരുന്നു. ഞാൻ ആലപ്പുഴയുടെ മരുമകളാണ്, ആലപ്പുഴയുടെ മകളാണ്. ഇവിടെ വൻ ഷോയായിരുന്നു. ഞാനും വിനോദം കിടന്നിട്ട് പെട്ട്. അതെ 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 തീർച്ചയായിട്ടും. പക്ഷെ അവർ രണ്ടുപേരും വളരെ കാര്യമായിട്ട് അതിന്റെ ഒരു ചരിത്രവും കാര്യങ്ങളും എല്ലാം തന്നെ പറഞ്ഞു. അരുൺ പാലോടാണ് എന്നോടൊപ്പം ഉള്ളത്. ഇപ്പോൾ മീറ്റിലിറങ്ങിയ തലവടി ചുണ്ടൻ. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം. അതിന്റെ ഒരു മനോഹാരിത, ഉദയസൂര്യന്റെ കിരണങ്ങൾ ആ തലവടി ചുണ്ടനിൽ പതിക്കുകയാണ്. ഇന്ന് ജലരാജാവാകാനുള്ള മത്സരത്തിൽ തലവടി ചുണ്ടൻ വലിയ ആവേശത്തോടുകൂടി ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ. നമ്മൾ ഈ പ്രഭാതത്തിൽ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാഴ്ചയാണ്. തലയെടുപ്പോടുകൂടി ഇതാ ജലപ്പരപ്പിൽ, ഓളപ്പരപ്പിൽ തലവടി ചുണ്ടൻ നിൽക്കുന്നു. അതിന്റെ തുഴച്ചിൽക്കാർ ഇതാ ഇവിടെ കരുത്തന്മാർ അവരിതാ ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ ഒരു കാര്യം കൂടി വള്ളത്തിന്റെ ചില വിശദാംശങ്ങളിലേക്ക് വരാം. ഞാൻ ശ്രീജയും ഞാനും ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു. നിങ്ങൾ കൈനഗരിക്ക് വിടാന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് കൈനഗരി പോയാൽ മതിയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും തള്ളിയാൽ മതിയായിരുന്നു. നമ്മൾ പോകാനല്ലേ ആദ്യം പ്ലാൻ ഇട്ടേ. ആവേശം കാണുമ്പോ മിസ് ചെയ്തല്ലേ ശരിക്കും. തീർച്ചയായിട്ടും അതൊരു അവസരം കിട്ടുക എന്നുള്ളതാണല്ലോ. നിങ്ങൾ അവിടെ സൗകര്യത്തിന് നിൽക്കാൻ നോക്കിയതാണല്ലോ. പക്ഷെ ഇവിടെ വന്നപ്പോൾ വലിയൊരു കാഴ്ചയാണ് എനിക്ക് കിട്ടിയത്. ജീവിതത്തിൽ നമുക്ക് അങ്ങനെ കിട്ടുന്ന കാഴ്ചയല്ല. കാരണം ഒരു ചുണ്ടൻ വള്ളം വീട്ടിലിറക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. എൽദോ നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടെ കാണാം. കാരണം അത്രയും മനോഹരമാണ്. ഇതാ ബോട്ടുകൾ പോകുന്നുണ്ട്, ആളുകൾ പോകുന്ന ശിക്കാര വള്ളങ്ങളുണ്ട്. അതിനിടയിൽ ഇതാ തലയെടുപ്പോടുകൂടി തലവടി ചുണ്ടൻ നിൽക്കുന്നുണ്ട്. UBC കൈനഗരി അത് ഒരു ചെറിയ ടീമല്ല. UBC കൈനഗരി എന്ന് പറയുന്നത് കരുത്തിന്റെ പ്രതീകമാണ്. അവർ തുഴഞ്ഞപ്പോൾ 12 തവണയാണ് കപ്പടിച്ചത്. ഒരു ചെറിയ കാര്യമല്ല. അങ്ങനെ ഒരു വലിയ ടീമാണ് ഇന്ന് തുഴയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ വള്ളത്തിന്റെ ചില വിശദാംശങ്ങളിലേക്കാണ്. 127 അടി നീളവും 52 അങ്കുലം വീതിയും 18 അങ്കുലം ഉൾത്താഴ്ചയും ഉള്ളതാണ് തലവടി ചുണ്ടൻ. 83 തുഴച്ചിൽക്കാരും 5 പങ്കായക്കാരും 9 നിലക്കാരും ഉൾപ്പെടെ 97 പേർ ഈ വള്ളത്തിലുണ്ട്. അതാണ് നമ്മുടെ വള്ളംകളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപക്ഷെ ഇത്രയധികം ആളുകൾ ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു കായിക വിനോദം അല്ലെങ്കിൽ അങ്ങനെ ഒരു മത്സരം, അതിന്റെ ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത്. തലവടിയിൽ നിന്നുള്ള മറ്റൊരു വെപ്പ് വള്ളം കൂടി കന്യാംഗത്തിന് ഇന്ന് എത്തിയിട്ടുണ്ട്. പ്രവാസി കൂട്ടായ്മയിൽ പണിതിറക്കിയ നെപ്പോളിയൻ വെപ്പ് A ഗ്രേഡ് വള്ളമാണ്. നീരേറ്റുപുറം പമ്പ വാട്ടർ സ്റ്റേഡിയത്തിൽ നടന്ന ജലോത്സവത്തിൽ 2 തവണ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട് തലവടി ചുണ്ടൻ. 3ാം തവണയാണ് ഇത് തലവടി ചുണ്ടൻ. ഇത് 3ാം തവണയാണ് ഈ മത്സരത്തിന് വേണ്ടി ഇറങ്ങുന്നത്. ഏതായിരുന്നാലും ഒരു നാട് മുഴുവൻ, ഈ കൈനഗരിയിലെ നാട്ടുകാർ ഒരു വികാരമാണ്. നമുക്ക് ഒരു പക്ഷേ നാട്ടുകാർ മുഴുവൻ ഇത് കാണാൻ വരുന്ന ഒരു കാഴ്ച. അത്തരത്തിൽ ഒരു നാട് പൂർണ്ണമായും ഈ തീരത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ കരുത്തന്മാരാണ്. ഏറ്റവും ശക്തി ഉള്ള, ഏറ്റവും ശക്തിപ്പെട്ടായിട്ടുള്ള ഒരു മത്സരം. അവർ എത്രയോ ദിവസം തുടരുന്ന വ്യായാമം, ഭക്ഷണക്രമം, ഒരുമിച്ചുള്ള ജീവിതം, അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ ജലപ്പരപ്പിൽ, ഓളപ്പരപ്പിൽ തീ പാറിക്കാൻ വേണ്ടി ഈ കരുത്തന്മാർ ഇറങ്ങുകയാണ്. വലിയ ആവേശത്തോടു കൂടിയാണ് അവർ ഈ മത്സരത്തിന് ഇറങ്ങുന്നത്. ഒരു നാട് മുഴുവൻ ആ വള്ളം നീറ്റിലിറങ്ങുന്നത് കാണാൻ വേണ്ടി എത്തുന്നു. ചേട്ടാ, എന്താണ്, വലിയ ആത്മവിശ്വാസത്തിലാണ്? തീർച്ചയായിട്ടും UBC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രിയമുള്ളവരെ,
നമ്മുടെ വള്ളംകളിയോടൊപ്പം തന്നെ പാരമ്പര്യമുള്ള ഒരു ക്ലബ്ബാണ് യുണൈറ്റഡ് ബോട്ട് ക്ലബ് കൈനേരി. ഇന്ന് ലോകപ്രശസ്തമായി അറിയപ്പെടുന്ന, ഇത്രയും വർഷങ്ങൾ UBC പരാജയം ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് നമുക്ക് അറിയപ്പെടുന്ന ഏറ്റവും നല്ല ക്ലബ്ബ്, കേരളത്തിലെ തന്നെ കുട്ടനാട്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന ക്ലബ്ബ് UBC കൈനേരിയാണ്, യുണൈറ്റഡ് ബോട്ട് ക്ലബ് കൈനേരി. ആളുകൾ നാടിന്റെ ഒരു ആവേശമാണിത്. ഇതിനകത്ത് രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങളുടെ കരക്കാർ കൈനേരി ഒന്നിക്കുന്ന ഒരു ലേബലാണ്, ഒരു ബ്രാൻഡാണ് യുണൈറ്റഡ് ബോട്ട് ക്ലബ് കൈനേരി. ഞങ്ങളുടെ രക്തത്തിലൂടെ ഓടുന്ന ഒരു ഇതാണ്, വികാരമാണ് UBC കൈനേരി. അത് മറ്റു യാതൊരു ഭാഗഭേദങ്ങളൊന്നുമില്ല, ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടെ അണിയിറക്കുന്ന ഒരു ഇതാണ് യുണൈറ്റഡ് ബോട്ട് ക്ലബ് കൈനേരി എന്ന് പറഞ്ഞാൽ. ഇന്നും കേരളത്തിലെ കുട്ടനാട്ടിലെ അറിയപ്പെടുന്ന ക്ലബ്ബുകളൊന്നും തന്നെയാണ് യുണൈറ്റഡ് ബോട്ട് ക്ലബ് കൈനേരി. ഈ തുഴച്ചിൽക്കാരുടെ വ്യായാമം, ഭക്ഷണം, ഇതെല്ലാം വലിയ ക്രമീകരണമുള്ള ഇപ്പോൾ ഭയങ്കര ചെലവുള്ളൊരു സംവിധാനമായിട്ട് മാറി. ഇതുകൊണ്ട് നമുക്ക് വലിയൊരു സാമ്പത്തിക മെച്ചമൊന്നും ക്ലബിന് കിട്ടുന്നില്ല. പക്ഷേ ഇതൊരു കരക്കാർ തമ്മിലുള്ള ഒരു ഭയങ്കര ആവേശം, നാടിന്റെ ഒരു ആവേശം, ആത്മാവ്, സന്തോഷം, കൂട്ടായ്മ, നമ്മുടെ പൈതൃകം, ഇതെല്ലാം. അതെ. ഞാൻ പഴയ തുഴച്ചിക്കാരനായിരുന്നു, ഹാർട്ടിക് എടുത്ത വർഷം ഞാൻ തുഴച്ചിക്കാരനായിരുന്നു. അനുശേഷന്മാർ ക്ലബിന്റെ ഭാരവാഹിയായിരുന്നു. ഇപ്പം ഇങ്ങനെ ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത്തവണ തീർച്ചയായിട്ടും ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് യുണൈറ്റഡ് ബോട്ട് ക്ലബ് കൈനേരി ഇത്തവണ കപ്പുമായിട്ട് കൈനേരിയിൽ വരുന്നുള്ള യാതൊരു സംശയവും വേണ്ട. അതുപോലെ പാരമ്പര്യമുള്ള കരുത്തുള്ള ഒരു ക്ലബ്ബാണ് യുണൈറ്റഡ് ബോട്ട് ക്ലബ് കൈനേരി. മറ്റുള്ള എല്ലാവരും നോക്കുന്ന ക്ലബ്ബാണ് UBC കൈനേരി. PBC ഒക്കെ ഇത്ര വർഷം ജയിച്ചെങ്കിൽ പോലും ഇന്നും ഏറ്റവും പേടി സ്വപ്നമായിട്ടുള്ള ക്ലബ്ബ് യുണൈറ്റഡ് ബോട്ട് ക്ലബ് കൈനേരിയാണ്. UBC ശത്രുക്കൾ അല്ലെങ്കിൽ എതിരാളികൾ എല്ലാവരും കാണുന്ന UBC ആണ് നോക്കുന്നത്. എല്ലാവരും ഒറ്റ കണ്ടോട് നോക്കുക UBC കൈനേരിയെ പറ്റിയാണ് നോക്കുന്നത്. മറ്റുള്ള കുട്ടനാട്ടിലെ എന്നുള്ള കേരളത്തിലെ എല്ലാ ക്ലബ്ബുകളും ഇന്നും അറിയപ്പെടുന്ന ക്ലബ്ബ്, നിങ്ങൾക്കറിയാം, കമന്ററി പറയുമ്പോൾ പോലും പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ അവിടെ കമന്ററി പറയുന്നത് യുണൈറ്റഡ് ബോട്ട് ക്ലബ് കൈനേരിയെ പറ്റിയാണ്. ആ ചരിത്രമുള്ള, ഞാൻ പറഞ്ഞ വള്ളങ്ങളോടും ചരിത്രമുള്ള ഒരു ക്ലബ്ബാണ് യുണൈറ്റഡ് ബോട്ട് ക്ലബ് കൈനേരി. ഈ നീറ്റിൽ ഇറക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. കാരണം നേരത്തെ തൂണുകളിൽ വെച്ചിരുന്നു, അതിനുശേഷം അത് മാറ്റിയിട്ട് ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് നമ്മൾ തുറന്നു വരുന്ന സിസ്റ്റം ഉണ്ട്. വള്ളത്തിന് ഇറക്കാൻ തട്ടാതെ തന്നെ തൂണുകളൊക്കെ എടുത്ത് മാറ്റണം. അത്തരത്തിൽ ഇതൊക്കെ മാറ്റിക്കൊണ്ട് വള്ളത്തിന് യാതൊരുവിധ പാടാൻ പറ്റുന്നില്ല. ഇത്രയും വെള്ളത്തിലേക്ക് ഇറക്കുന്നതാണ്. ഇത്ര ആൾക്കാരൊക്കെ വളരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വള്ളം പതുക്കെ താങ്ങി ഇറക്കിക്കൊണ്ട് തള്ളി ഇറക്കുക. ആ ഇറക്കുന്ന രീതി ഒക്കെ ഉണ്ട്. അതിനുശേഷം വള്ളത്തെ കയറുന്നു, തിരിച്ചു വരുന്നു. അതൊക്കെ എല്ലാം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വർഷങ്ങളായിട്ട് നമ്മൾ പാരമ്പര്യമായിട്ട് തുറന്നു വരുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ തന്നെ വലിയ സന്തോഷം തോന്നി. കാരണം ഈ പുലർച്ചെ സൂര്യപ്രകാശം അതിൽ വീഴുമ്പോൾ ഇങ്ങനെ വെട്ടിത്തിളങ്ങുക. അതെ, തീർച്ചയായിട്ടും വളരെ മിനുക്കി. കാരണം ഒരാഴ്ചയോളം നമ്മൾ വരക്കി വെച്ച് വള്ളം മിനുക്കി ഇറക്കിയിരുന്നു. നമ്മൾ മാത്രം എല്ലാ ക്ലബ്ബുകളും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്. വളരെ ഇത്തവണ ഞങ്ങൾ UBC കൈനേരി കപ്പുമായിട്ട് ചാച്ചാജിയുടെ ചാച്ചാജിയുടെ സിഗ്നേച്ചർ പതിച്ച വെള്ളിക്കപ്പായിട്ട് യുണൈറ്റഡ് ബോട്ട് കൈനേരി സ്വന്തം നാട്ടിലേക്ക്, പിറന്ന നാട്ടിലേക്ക് വരുന്ന ഒരു സംശയം വേണ്ട. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എന്തോ നമുക്ക് ആ കാഴ്ച കാണാം. ശ്രീജ, ശരണ്യ, ആ കാഴ്ച കാണാം. തുഴച്ചിൽക്കാരെല്ലാം തന്നെ വള്ളത്തിനടുത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയുണ്ട്. ഇപ്പോൾ നീറ്റിൽ ഇറക്കിയിട്ടുണ്ട്. ഉച്ചതിരിഞ്ഞാണ് മത്സരം തുടങ്ങുന്നത്. അതിനു മുൻപാണ് ചെറുവള്ളങ്ങളുടെ മത്സരം. ഏതായിരുന്നാലും വളരെ വലിയൊരു ആവേശം. ആലപ്പുഴയെ സംബന്ധിച്ച് ആലപ്പുഴയുടെ ആത്മാവാണ് ഈ വള്ളംകളി എന്ന് നമുക്ക് തീർച്ചയായിട്ടും വിശേഷിപ്പിക്കാം. ആ തരത്തിലുള്ള ഒരു വികാരം അത് ഈ നാട് അത് പങ്കുവെക്കുന്നുണ്ട്. രാവിലെ തന്നെ, വളരെ രാവിലെ തന്നെ ആളുകൾ ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ചയുണ്ട്. എങ്ങനെയാണ് ചേട്ടാ ആത്മവിശ്വാസം? 100% ആത്മവിശ്വാസം തന്നെയാണ്. UBC അടിച്ച് 12 ഉണ്ട്. നമ്മളെ സഹായിക്കുന്ന അയിത്തേട്ടനുണ്ട് കേട്ടോ. നമ്മുടെ അയിത്തേട്ടൻ കഴിഞ്ഞ ദിവസം നമുക്ക് ഈ ഷാപ്പിലൊക്കെ പോയിട്ട് വഞ്ചിപ്പാട്ടൊക്കെ പാടിക്കുന്നതിനൊക്കെ സഹായിച്ച അയിത്തേട്ടനാണ്. അയിത്തേട്ടൻ ഇവിടുത്തെ പൊതുപ്രവർത്തകനാണ്. അയിത്തേട്ടനെ വളരെ വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന ഒരാളാണ്. ഇന്നലെ ഞങ്ങളെ ഒരുപാട് സഹായിച്ചു. ഇന്നിപ്പോൾ ഈ UBC കൈനകരിയുടെ ഭാഗമായി അയിത്തേട്ടൻ എത്തിയിട്ടുണ്ട്. എന്ത് പറയുന്നു? ഇപ്രാവശ്യം കപ്പ് UBCക്കാന്നുള്ളത് യാതൊരു സംശയവുമില്ല. തലവടി ചുണ്ടനും ചേർന്നുകൊണ്ട് ഒരു ആവേശകരമായ മത്സരം കാഴ്ചവെച്ച് വൈകുന്നേരം നെഹ്റു ട്രോഫി കരസ്ഥമാക്കുന്ന തലവടി ചുണ്ടനായിരിക്കും 100% വള്ളം പണിത് 3ാമത്തെ കൊല്ലമാണ് ഇപ്രാവശ്യം ഇറങ്ങുന്നത്. അതിൽ 100% വിജയമാണ്. അതുകൊണ്ട് നമുക്ക് വള്ളത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം. അതിന്റെ എപ്പോഴായിരിക്കും ഇതിനകത്തോട്ട് തുഴച്ചിൽക്കാർ കയറുന്നത്? ഇപ്പം കയറും. ഏതാനും നിമിഷങ്ങൾക്ക് വള്ളത്തെ കയറും. അതിന് അടുത്ത ഒരു പരിശീലന തുഴച്ചിൽ, അത് കഴിഞ്ഞ് 10:30 ട്രാക്കിലേക്ക് മാറും. അപ്പൊ ഇനിയുള്ളത് അവസാനവട്ട പരിശീലന തുഴച്ചിലാണ്. ഒരു പരിശീലന തുഴച്ചിൽ, പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെയാണ് ഇതിന്റെ. ഈ കാലാവസ്ഥ എങ്ങനെയുണ്ട്? മഴയുള്ളത് പ്രശ്നമാണ്. മഴ വള്ളംകളിയെ കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് വെള്ളവും ഒരു പ്രശ്നമല്ല. അവരെ വെള്ളത്തിൽ ജീവിക്കുന്നവരാ. അപ്പൊ എന്ത് മഴയല്ല എന്ത് വന്നെന്ന് പറഞ്ഞാലും കുട്ടനാട്ടുകാർക്ക് നെഹ്റു ട്രോഫിയും വള്ളംകളിയും അവരുടെ ജീവിതത്തിലുണ്ട്. അതാണ് തീർച്ചയായിട്ടും ആ തരത്തിൽ തന്നെയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. എത്ര മനോഹരമാണ് ആ ചുണ്ടൻ ഇങ്ങനെ നീങ്ങുന്നത്. അതിന്റെ ഒരു കാഴ്ച തന്നെ അതിമനോഹരമായിരിക്കുന്നു. നീറ്റിലിറങ്ങുന്ന ഒരു കാഴ്ച ഒരുപക്ഷെ നമ്മളിങ്ങനെ നീറ്റിലിറക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ ആദ്യമായിട്ടാണ് നമ്മളിത് കാണുന്നത്. അതിന്റെ ഒരു ഭംഗി എത്ര പേരാണ് ഈ പറയുന്നത് പോലെ ഏതാണ്ട് 100-നടുത്ത് 97 പേർ ഈ വള്ളത്തിലാകെ ഉണ്ടാകും. ഒരുപക്ഷെ ഇത്രയധികം ആളുകൾ ഒരുമിച്ച് ഒരു മത്സരത്തിൽ പങ്കെടുക്കുക, അതായത് ഒരു വള്ളത്തിലിരുന്ന് തുഴയുന്ന അതിന്റെ ഒരു ആവേശം, ആ ഒരു കാഴ്ച അതിമനോഹരമാണ്. അതാ അഭിമാനത്തോടുകൂടി ഒരു പടക്കുതിരയെ പോലെ ഈ ഓളപ്പരപ്പിലൂടെ തലവടി ചുണ്ടൻ നീങ്ങുകയാണ്.
യെസ്, എന്തായാലും അതിഗംഭീരമായ ഒരു കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം. ആവേശത്തോടെ UBCയും തലവടിച്ചുണ്ടനും പുറപ്പെടുകയാണ്. അവർക്ക് മുന്നിൽ ജയിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രം. ചുരുങ്ങിയത് ഈ 21 ചുണ്ടൻവള്ളങ്ങളിൽ 8 വള്ളങ്ങളെങ്കിലും വരുന്നത് ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയാണ്. ഈ 21ൽ 20 വള്ളങ്ങളും മത്സരിക്കുന്നത് ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ്. അത് PBCയെ ഇത്തവണ തോൽപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ്. പക്ഷെ PBC അത്രത്തോളം എന്താ പറയാ സെറ്റായ ഒരു ടീമാണ്. ആ കരുത്താണ്, അവരുടെ ഐക്യം, അവരുടെ സ്ട്രാറ്റജി, ഇതിനൊക്കെ സത്യത്തിൽ വള്ളംകളി നമ്മൾ വിചാരിക്കുന്നത് ഒരു കായിക കരുത്തിന്റെ ഒരു അതുകൊണ്ടാണ് ഈ സാധനം നടക്കുന്നതെന്നാണല്ലോ നമ്മളൊക്കെ വിചാരിക്കുന്നത്. ആണ്, വളരെ വളരെ വ്യക്തമായ സ്ട്രാറ്റജി വേണം. ഇന്നലെ നമ്മള് ആ ക്യാമ്പിൽ പോയി അവരോട് സംസാരിക്കുമ്പോഴാണ് അവർ പറയുന്നത് ഓരോ ട്രംപറ്റിന്റെ ഓരോ ഊത്തിൽ പോലും ആണ് അവർ കമ്മ്യൂണിക്കേറ്റ് ഓരോ സ്ഥലത്തെത്തുമ്പോ അവര് ട്രംപറ്റ് ഊതുന്നത് ഓരോ തരത്തിലാണ്. അത് സിഗ്നൽസ് ആണ്. അത് നമ്മൾ ഈ എന്താ പറയാ കൊട്ടിക്കലാശം എന്നൊക്കെ പറയുന്ന പോലെ അവസാനം ഇപ്പൊ ഇതാണ് ഈ ഭാഗം എത്തുമ്പോഴാണ് ഇവിടെ തൊട്ടാണ് അങ്ങ് കൊട്ടി അങ്ങ് കേറും, ട്രംപറ്റ് അങ്ങ് ആഞ്ഞു വീശും. ഇതിന് ഈ ട്രാക്ക് കൊടുക്കുവാണെങ്കിൽ 1150 മീറ്റർ വരുന്ന ട്രാക്കാണ്. ഈ ട്രാക്കിൽ ഇവർക്ക് ഓരോരോ കോഡ് ഉണ്ട്. അതായത് ഒരു ചിറയുണ്ട്. ആ ചിറ കയറുമ്പോ ഇത്ര സമയം വേണം. ആ ചിറ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ ഇത്ര സമയത്തിനകത്ത് കവർ ചെയ്യണം. അത് കഴിഞ്ഞ് ഈ അവസാനത്തെ 200 മീറ്റർ, നമ്മൾ ഈ നിൽക്കുന്ന ഈ അവസാനത്തെ 200 മീറ്റർ ആണ്. ഈ അവസാനത്തെ 200 മീറ്റർ ആണ് സത്യത്തിൽ ഇത് നിർണ്ണയിക്കുന്നത്. അതിന്റെ ഒരു സെക്കൻഡില് ആദ്യത്തെ തുഴ ചിലപ്പോ ഒരു തുഴയായിരിക്കും പോവാ, ഒരു സെക്കൻഡിൽ 1.5-2 തുഴ പോകുന്ന തരത്തിലേക്ക് വേഗം മാറും. അതായത് ഒരു തുഴ മാറിയാൽ റിസൾട്ട് മാറും. ഒരു സെക്കൻഡ് പറഞ്ഞ സമയം എന്താ, ഒരു കൈ ഒടിക്കുന്ന സമയം. ആ സമയത്ത് 2 തുഴ തുഴയാന്ന് പറഞ്ഞാൽ എന്താ പറയാ, അവരുടെ അത്രയും വലിയ കായിക കരുത്ത്, ബുദ്ധി, ഏകാഗ്രത, ഇതെല്ലാം അവിടെ പരീക്ഷിക്കപ്പെടുകയാണ്. ഈ 85 പേരെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ ഫുട്ബോളിലാണെങ്കിൽ ഒരാളുടെ പാസ് പോയാൽ ആ ടീമിന്റെ സാധ്യത പോകും. ഇത് ഒരാളുടെ ഒരു സെക്കൻഡിലെ ശ്രദ്ധ മാറിയാൽ ഈ 85 പേരടങ്ങുന്ന ടീമിന്റെ സ്പീഡിൽ മാറ്റം വരും. അതാണ് ഒരു മെയ് ഒറ്റത്തുഴ. നമ്മൾ ആ സീൻ കാണുമ്പോൾ അറിയാം, ഒരു വള്ളം വരുമ്പോ അതൊരു ഒറ്റയാണ്. അതല്ലാതെ അതിൽ 85 പേരില്ല, അത്ര അധികം പേര് ഒന്നുമില്ല. ഒരൊറ്റ തുഴയായിട്ടാണ് ആ വള്ളം ഇങ്ങ് കടന്നു വരുന്നത്. അത് നയന മനോഹരമായ ഒരു കാഴ്ചയാണ്. പ്രേക്ഷകർ ഒരിക്കലും മിസ് ചെയ്യരുതാത്തൊരു കാഴ്ചയാണ്. ഇവിടെ വന്ന് കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത്ര വിശാലമായി കഥയൊക്കെ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു ചെറിയൊരു ഇടവേളയിലേക്ക് പോകാൻ തോന്നുന്നു. കാരണം നമുക്ക് കാഴ്ചകൾ ഇനിയുണ്ടേ, ഈ കാഴ്ചകൾ നിൽക്കാൻ പറ്റില്ല. അതെ, ഇത് മുഴുവൻ നിങ്ങൾക്ക് കാണണ്ടേ? ഞങ്ങൾ വരാം. പ്രേക്ഷകർക്ക് വീണ്ടും പുന്നമടയിലേക്ക് സ്വാഗതം. പുന്നമടയിലെ ആവേശപ്പോര് അതേപടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ റെഡി. കാണാൻ നിങ്ങളും തയ്യാറായിരിക്കുക. അപ്പൊ ഇനി എവിടേക്കാ പോണേ? ഇനി നമ്മൾ പോവാൻ ശരണ്യയുടെ സംഭവക്കുളത്തുണ്ട്, നിങ്ങൾ ഇറങ്ങാൻ പോവാണ്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് ഈ ചുറ്റുവട്ടത്ത് തന്നെ, അല്ലെ? അപ്പൊ ഈ പുന്നമടയിലെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന് പറഞ്ഞില്ലേ? ഇവിടെ ഇത്രയും 10,000 ടിക്കറ്റാ വെക്കുന്നത്. പക്ഷേ ഇവിടെ എത്തുക ഏതാണ്ട് 1,00,000-നടുത്ത ആൾക്കാരാണ്. അപ്പോ ഇത് വെള്ളമാണ്, നമ്മൾ സൂക്ഷിക്കണം. ഏത് സമയവും എന്ത് പ്രതിസന്ധി ഉണ്ടാവാം. പക്ഷെ ആ സമയത്ത് എല്ലാം സജ്ജരായിരിക്കുന്നത് NDRFന്റെ ഒരു സംഘത്തെ നമുക്ക് ഇവിടെ കാണാം. ഈ NDRF ടീം എല്ലാം സെറ്റാണ്. NDRF ടീം हिंदी है ना? नो इश्यूज, ओके. कहाँ से आप? हम लोग NDRF 4th RB रिजर्व बटालियन आरकोरम NDRF आरकोरम से ही। तो डिफरेंट। तो पहले आते हो इधर? जी, फर्स्ट टाइम ऑन द रिक्वेस्ट ऑफ। आलमपुर कैसे है? अच्छा है, बहुत अच्छा है। कैसे है हमारा नेहरू ट्रॉफी बोट रेस का स्पिरिट? टाइम विजिट है हमारा। मानसून के दौरान में हमें डिप्लॉय किया गया है अलापुजा में। ऑल ओवर केरला 9 टीम डिप्लॉय है। तो हम अभी ये नेहरू ट्रॉफी के लिए फर्स्ट टाइम NDRF को डिप्लॉय किया गया है यहाँ। ठीक है. ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ ഇവർക്കും ഒരു ആവേശം ഉണ്ടാവും ഉറപ്പായിട്ടും തോന്നുന്നു. ഇതിൽ ഞങ്ങൾ മലയാളികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് തപ്പി നോക്കി, പക്ഷെ തെരഞ്ഞെടുപ്പ് കിട്ടിയില്ല. തെരഞ്ഞെടുപ്പ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ പരീക്ഷിച്ചു നോക്കി, പക്ഷെ ഇല്ല, മലയാളികളൊക്കെ അപ്പുറത്ത് എവിടെയോ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇക്കൂട്ടത്തിൽ മലയാളികളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ആരെങ്കിലും തിരിച്ചറിയോന്ന് ഞാനൊന്ന് നോക്കി. ഇല്ല, കുഴപ്പമില്ല. അപ്പൊ ശ്രീജ, നമുക്ക് എനിക്ക് ചമ്പക്കുളത്തേക്ക് പോകാം അല്ലേ? ചമ്പക്കുളത്ത് ശരണ്യ ഉണ്ട്. ശരണ്യ അവിടെ ഈ പറഞ്ഞ നമുക്ക് ആ കാലാവസ്ഥയുടെ കാര്യം ഒന്ന് പറയട്ടെ. ഞാൻ അടിയന്തരമായി കാലാവസ്ഥയുടെ കാര്യം രാവിലെ ഇറങ്ങുമ്പോ 6:45 ഞാൻ 6:30 ഇറങ്ങുമ്പോ
പെരുമഴ. ഞങ്ങൾ വിചാരിച്ചു ഇന്നത്തെ ദിവസം കുളമായി, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പൊ ഒരു 5 മിനിറ്റ് മുന്നേ നല്ല പൊള്ളുന്ന വെയിൽ, അങ്ങനെ മാറി മറിഞ്ഞു നിൽക്കുകയാണ്. വീണ്ടും മൂടിയിട്ടുണ്ട്. ഇങ്ങനെ കാലാവസ്ഥ മാറി മറിഞ്ഞ് നിൽക്കുകയാണ്. ഇന്നലെയും ഇത് തന്നെയായിരുന്നു സ്ഥിതി. രാവിലെയൊക്കെ മഴയായിരുന്നു, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ചെറിയ തെളിച്ചമൊക്കെ വന്നു. ഇന്നത്തെ ദിവസം മഴയൊന്ന് മാറി നിന്നാൽ വളരെ നല്ലതാണ്. നമുക്ക് വള്ളം കളിക്കാർക്ക് മഴയൊന്നും പ്രശ്നമല്ല, പക്ഷെ നമുക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം ഈ കാഴ്ചയ്ക്ക് തന്നെ ഓടി നടന്ന് കാണിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് വരും. പക്ഷെ ഇപ്പൊ മഴയൊക്കെ മാറി നിൽക്കുന്നു. നല്ല തെളിഞ്ഞ കാലാവസ്ഥ, നല്ല സുഖമുള്ള കാലാവസ്ഥയായി പതുക്കെ മാറുകയാണ്. അപ്പോ നമുക്ക് ചമ്പക്കുളത്ത് പോവാം. ചമ്പക്കുളത്ത് ആ നീറ്റിലിറക്കുന്ന ചടങ്ങ് അവിടെ ഏതുവരെ ആയി നോക്കാം. ശരണ, എന്തായി അവിടെ? ശരണ്യ കേൾക്കുന്നില്ല. ശരണ്യ എനിക്ക് തോന്നുന്നു ശരണ്യ ആവേശത്തിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി ഊളിയിട്ടോ എന്നൊരു സംശയം. അപ്പൊ എന്നാലും മൂളിയിട്ട ശരണ്യെ നമ്മൾ ഫോൺ വഴി തിരിച്ചു പിടിക്കുന്നതാണ്. ശരി, അപ്പൊ നമ്മൾ ഈ അടുത്ത് എന്തിനെ പറ്റിയാ പറയാൻ പോകുന്നത്? നമുക്ക് PBC പറ്റി പറയാം. ആയിക്കോട്ടെ, പോയില്ലേ? PBC പോയി. ശരി, PBC എന്ന് പറയുന്നത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്. ഈ കുട്ടനാടിന്റെ ഹൃദയ വികാരങ്ങളൊക്കെ അതേപടി ഉൾക്കൊള്ളുന്ന ആ ബീറ്റ് അതുപോലെ എടുക്കുന്ന ഒരു ബോട്ട് ക്ലബ്ബാണ് പള്ളാത്തുരുത്തി. ഈ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് കഴിഞ്ഞ 5 വർഷങ്ങളിൽ വിവിധ ചുണ്ടങ്ങളിലാണ് തുഴഞ്ഞത്. ഒരേ ചുണ്ടനിൽ അവർ തുഴഞ്ഞിട്ടേ ഇല്ല. ഈ 5 തവണയും അവർക്ക് കിരീടം സ്വന്തമാക്കാനായി. ഈ 6ാമത്തെ തവണ ഇത്തവണ അവർ വരുന്നത് ഡബിൾ ഹാട്രിക്. ഇത്തവണ അവർ എത്തുന്നത് മേൽപ്പാടം ചുണ്ടനിലാണ്. അടിപൊളി ചുണ്ടനാണ് മേൽപ്പാടം ചുണ്ടൻ, പുതിയ ചുണ്ടനാണ്. അപ്പൊ ആ മേൽപ്പാടം ചുണ്ടനിൽ ഇവരുടെ കായിക കരുത്തും ബുദ്ധിയും എല്ലാം കൂടെ ചേരുമ്പോ ഒരു ഡബിൾ ഹാട്രിക് അടിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പൊ അതിന്റെ ഇടയിൽ ആളുകൾ പറയുന്നുണ്ട് എല്ലാ കൊല്ലവും ഒരു ടീമിന് തന്നെ രസമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ മിടുക്ക് കൊണ്ട്, അവരുടെ ബുദ്ധി കൊണ്ട്, അവരുടെ ശക്തി കൊണ്ട് അവർ ജയിക്കുന്നതാണ്. അതിനെ വെല്ലാൻ അതേ ബുദ്ധി, അതേ കരുത്ത്, അതിലും ഒരു പടി മുകളിൽ നിൽക്കുന്ന സ്ട്രാറ്റജി ഇത്രയും വേണം. അതുണ്ടാവുമോ എന്നാണ് അറിയേണ്ടത്. നടുവാത്തിന് അതുണ്ടോ? പറ. അവിടെ സ്ട്രാറ്റജി ഒക്കെ ഞങ്ങൾ ഇന്നലെ പോകുന്നു പൊക്കാൻ നോക്കി, പക്ഷെ ചമ്മി പോയി, ഒന്നും പറഞ്ഞു തന്നില്ല. ശരണ്യ എന്തെങ്കിലും കണ്ടെത്തി നോക്കണേ. ശരണ്യ പറ. ഇന്ന് ശ്രീജ, ഇന്നും ഞാൻ ആ ട്രംപറ്റ് ഊതുന്ന ആളെ കണ്ടു, പക്ഷെ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരത് എന്തിനു വേണ്ടിയാണ് പ്രയോഗിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ്. വളരെ സസ്പെൻസ് ആണ് എല്ലാത്തിനും എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും വളരെ എന്താ പറയുക, വിശ്വാസവും ഒപ്പം തന്നെ ആ ഒരു സ്നേഹവും ഒക്കെ സ്വന്തം വള്ളത്തോടും സ്വന്തം കരയോടും ഒക്കെ ഇടകലർന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഓരോ തുഴച്ചിൽക്കാരും തങ്ങളുടെ ചുണ്ടൻ വള്ളങ്ങളെ തൊട്ട് അവർ ആ ഒരു അവസാന നിമിഷത്തേക്ക് ഇറങ്ങുകയാണ്. ആർപ്പ് വിളികളും ഒപ്പം തന്നെ ഭക്തിനിർഭരമായ കാര്യങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് ആ പ്രാർത്ഥനയോടുകൂടി ഇറങ്ങുന്ന ആ ദൃശ്യമാണ്. ഇത് കുട്ടനാടിന് മാത്രം നൽകാൻ കഴിയുന്ന മനോഹരമായ കാഴ്ചയാണെന്നുള്ളതാണ്. ദേ വള്ളത്തിലേക്ക് അവർ കയറാൻ പോവുകയാണ്. ഇതുപോലെ തന്നെയാണ് ഓരോ വള്ളപ്പുരകളിലും നടക്കുന്നത്. ആദ്യം ഇവിടെ എത്തി ആ ഒരുക്കങ്ങൾ കഴിഞ്ഞ 2-3 ദിവസമായി ആ നടുഭാഗം ചുണ്ടൻ, ഈ പുന്നമട ബോട്ട് ക്ലബ് തുഴയുന്ന നടുഭാഗം ചുണ്ടൻ ഈ ഒരു വള്ളപ്പുരയിൽ വിശ്രമത്തിലായിരുന്നു. കാരണം പരിശീലനമൊക്കെ കഴിഞ്ഞ് പിന്നീട് ഇന്ന് നീറ്റിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള മിനുക്ക് പണികളിലേക്ക് നമുക്ക് വള്ളങ്ങളുടെ സുഖചികിത്സ എന്ന് തന്നെ പറയാം. ആ ഒരു മിനുക്ക് പണിയിലേക്ക് കയറി ഇന്നിപ്പോ ഉയർത്തുകയാണ്. ഇനി വെള്ളത്തിലേക്ക് ആ ഒരു നീരണിയുന്ന ആ ഒരു ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആ ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ പ്രേക്ഷകർക്കായി നൽകാൻ കഴിയുക. ഓരോ തുഴച്ചിൽക്കാരും ഇവിടെ എത്തി. ഇന്ന് നടുഭാഗത്തിന്റെ ഇറങ്ങുന്ന ടീം മുഴുവൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ തന്നെയാണ് അവരുടെ വള്ളം ഉയർത്തി അത് ആ വള്ളപ്പുരയിൽ നിന്ന് ഈ ആറ്റിലേക്ക് ഇറക്കാൻ പോകുന്നത്. അതിനുശേഷം പിന്നീട് ഒരുപാട് ചടങ്ങുകളുണ്ട്. തുഴകൾ കൈമാറുന്നത് ഉൾപ്പെടെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ അവരോട് ഓരോരുത്തരോടും സംസാരിച്ചിരുന്നു. അവർ ഓരോരുത്തരും പറയുന്നത് ഈ ഒരു മൊമെന്റിനെ കുറിച്ച് അവർക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പോലും കഴിയുന്നില്ല. നമുക്കറിയാം ഒരുപാട് സമ്മർദ്ദം ഉണ്ടാകും, എന്നാൽ ആ ഒരു റിലാക്സേഷൻ, ആ ഒരു കൂൾ മൈൻഡും അവർക്ക് വേണം. എന്നാലോ കാരണം ഇതൊരു സെക്കൻഡുകളുടെ വ്യത്യാസത്തിലൊക്കെ ആളുകൾ ജയിച്ചു കയറുന്ന അല്ലെങ്കിൽ പരാജയപ്പെടുന്ന ഒരു ഇവന്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലുമുള്ള ഒരു സമചിത്തത കൈവരിച്ച് വേണം ഓരോ തുഴച്ചിൽക്കാരനും ആ വള്ളത്തിൽ കയറി പോകാൻ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു വള്ളത്തെ പുറത്തേക്ക് ഇറക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ്. ആ ട്രംപറ്റ് മുഴങ്ങിയിരിക്കുന്നു. ശ്രീജ, ലീഡിംഗ് ക്യാപ്റ്റൻ ഇപ്പോൾ ട്രംപറ്റ് മുഴക്കിയിരിക്കുകയാണ്.
അവർ പൂർണ്ണ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആ വള്ളം ഉയർത്തി അത് താഴത്തേക്ക് തൊടാൻ പോകുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ട്രംപറ്റ് നമുക്കറിയാം, നിങ്ങൾ ഒന്നെങ്കിൽ എല്ലാ ശക്തിയും ഉപയോഗിച്ച് മുന്നേറുക, അല്ലെങ്കിൽ ചില തന്ത്രങ്ങൾ അതിനകത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ട്രംപറ്റ് എനിക്ക് മനസ്സിലായി, അത് അതിശക്തിയോടുകൂടി ആ വള്ളം ഒന്ന് അവർ ഉയർത്തി ആ സമയത്ത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ വീണ്ടും ലീഡിംഗ് ക്യാപ്റ്റൻ രണ്ടാമത്തെ തവണയും ട്രംപറ്റ് ഊതിയിരിക്കുകയാണ്. ആ ട്രംപറ്റിന്റെ ശബ്ദം മുഴങ്ങുന്നത് നമുക്ക് കേൾക്കാം. രണ്ടാമത്തെ തവണയും അവർ ആ വള്ളം ഉയർത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ എത്ര തവണയാണ് എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണുന്നത്. ഇതൊക്കെ ഓരോ ചടങ്ങുകളാണ് എന്നുള്ളതാണ്. നമുക്ക് ആ തുഴച്ചിൽക്കാരുടെ അവരുടെ ഒരു മുഖത്തെ ഒരു സമ്മർദ്ദവും ഒപ്പം തന്നെ അവരുടെ ആ ഒരു ആകാംക്ഷയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ വള്ളം നീറ്റിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ തുഴ കൈമാറുന്ന അടക്കമുള്ള ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾക്ക് ശേഷമാകും ഇവിടെ നിന്നും നടുഭാഗം ചുണ്ടൻ പുന്നമടയുടെ പുന്നമടക്കായലിന്റെ നെട്ടായത്തിലേക്ക് എത്തുക. അവിടെ പിന്നെയുള്ള നിമിഷങ്ങൾ നമുക്കറിയാം 2 മണി തൊട്ട്. അപ്പൊ നടുഭാഗത്തിന്റെ ആവേശ കാഴ്ചകൾ തുടരുകയാണ്, അത് തീരുന്നില്ല. ഇനിയും ഇതുപോലത്തെ കാഴ്ചകൾ വരാനിരിക്കുന്നുള്ളൂ. പുന്നമടയെ ചുറ്റിപ്പറ്റി, ഈ ജലോത്സവത്തിന്റെ വേദിയെ ചുറ്റിപ്പറ്റി എത്ര കാഴ്ചകൾ നോക്കിയിരിക്കുക അല്ലെ? എല്ലാ കാഴ്ചകളും അതേപടി എടുക്കാൻ നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഈ വള്ളങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ ബഹുമാനം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടനാട്ടിൽ പൊതുവെ ജാതി മത ചിന്തയൊക്കെ വളരെ കുറവാണ്. കാരണം ഇവരെല്ലാവരും ഒരു വെള്ളം കയറിയാൽ ഒരുപോലെ പ്രതിസന്ധിയിലാവുന്ന മനുഷ്യന്മാരാണ്. ഏറ്റവും സിമ്പിളായി ജീവിക്കുന്ന ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ പോകുമ്പോൾ അവർക്ക് എന്ത് ജാതിയാണ് മതമാണ്. അപ്പൊ ഇവര് വളരെ വളരെ സ്നേഹത്തോടെ ഐക്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. ഈ വള്ളങ്ങളിൽ വരുമ്പോ ഉണ്ടല്ലോ, ഈ വള്ളത്തിന്റെ കൂമ്പ് കൊണ്ടുപോയി പൂജിക്കുന്ന ചടങ്ങൊക്കെ ഉണ്ട്. അപ്പൊ അത് ആറന്മുളയിൽ കൊണ്ടുപോകും, വെമ്പാല പള്ളിയിൽ കൊണ്ടുപോകും. ഇപ്പം നടുഭാഗത്തിന്റെ ആണെങ്കിൽ ഇന്നലെ അവർ പറയായിരുന്നു വെമ്പാല പള്ളിയിൽ കൊണ്ടുപോകുന്നു, അമ്പലത്തിൽ കൊണ്ടുപോകുന്നു. ഒരേ കൂമ്പ് കൊണ്ട് അവരെല്ലാവരും പോകുന്ന. അതുമാതിരി നമ്മള് യേശുവെ ഈ താളത്തില് വിളിക്കുന്ന കേൾക്കാം. എല്ലാ മതങ്ങളെയും വിളിക്കും, പ്രാർത്ഥിക്കും. നമ്മൾ നേരത്തെ വഞ്ചിപ്പാട്ട് കേട്ടില്ലേ? ആ വഞ്ചിപ്പാട്ടിൽ എന്താ പറയുന്നത്? അതും പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് പോലും വഞ്ചിപ്പാട്ടിന്റെ താളമാണ്. അങ്ങനെ ഒരു ജാതിയോ മതമോ ഈ ദിനത്തിൽ കാത്തോളനെ അങ്ങനെയാണ്. അങ്ങനെ എല്ലാറ്റിനും ആ ഒരു ഐക്യത്തിന്റെ, അവർക്ക് മുന്നിലുള്ള ലക്ഷ്യം, അവരുടെ കര, അവരുടെ നാട്, അവരുടെ ആ നാടിന്റെ വികാരത്തെ, അഭിമാനത്തെ ഉയർത്തിപ്പിടിക്കാന്നുള്ള ഒറ്റ ചിന്തയ്ക്ക് മുന്നിൽ മറ്റെല്ലാം അലിഞ്ഞില്ലാതാവുന്നത് പോലെ മനോഹരമായൊരു സന്ദേശം ഇക്കാലത്ത് വേറെ എന്തിനാണ് കൊടുക്കാൻ കഴിയുക? അപ്പോ വള്ളംകളി അങ്ങനെ ഒരു വലിയ സന്ദേശത്തിന്റെ കൂടിയാണ്. എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ വിജയം നേടാനാവൂ എന്നൊരു വലിയ പാഠം കൂടി നമ്മളെ വള്ളംകളി പഠിപ്പിക്കുന്നുണ്ട്. ആ മനോഹരമായ പാഠത്തിന് കൂടി സാക്ഷിയാവാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിൽ തൽക്കാലം ഞങ്ങള് ചെറുതായി ഒന്ന് സൈൻ ഓഫ് ചെയ്യുന്നു. കുട്ടനാടനോണം കുട്ടനാട്ടിൽ പോയി കറങ്ങി തിരിഞ്ഞ് അലമ്പി ആർമാദിച്ച ഒരു കുട്ടനാടൻ ഓണം വരുന്നുണ്ട്. അത് കണ്ടോളൂ. അപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ചെത്താം ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളുമായി.